കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ഇന്ത്യൻ ഹിസ്റ്ററി. അതിൻ്റെ 4th മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. മൊഡ്യൂളിൻ്റെ പേര് ന്യൂ ചാലഞ്ചസ് ആൻഡ് റെസ്പോൺസസ്. അതിൽ ഇൻറ്റേർണൽ സ്ക്വാബിൾസ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് നാഷണൽ എമർജൻസി ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ വ്യവസ്ഥ ഉപയോഗിച്ച് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് 1975 ജൂൺ 25-ന് 21 മാസക്കാലത്തേക്ക് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആർട്ടിക്കിൾ 252 പ്രകാരമുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ വ്യവസ്ഥ ഉപയോഗിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് 1975 ജൂൺ 25-ന് 21 മാസക്കാലത്തേക്കുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. നിലവിൽ 1975 ജൂൺ 25 മുതൽ 1977 മാർച്ചിന് അത് പിൻവലിക്കുന്നത് വരെ രാജ്യത്തെ രാഷ്ട്രീയ ജീവിതത്തെ ഭയാനകമാക്കിയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണമായിട്ട് ആഭ്യന്തര രംഗത്തുണ്ടായിട്ടുള്ള അസ്വസ്ഥതകളെയാണ് ചൂണ്ടിക്കാണിച്ചത്. തെരഞ്ഞെടുപ്പ് അനുവദിച്ചുകൊണ്ട് ഉത്തരവിലൂടെ ഭരിക്കാനുള്ള അധികാരം ആർക്ക് നൽകി? പ്രധാനമന്ത്രിക്ക് നൽകി. ഭൂരിഭാഗവും ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ എതിരാളികളിൽ ഭൂരിഭാഗവും തടവിലാക്കപ്പെടുകയും പത്രങ്ങൾ സെൻസർ ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് രാജ്യത്തുടനീളം നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ വൻതോതിൽ നിർബന്ധിത വന്ധ്യംകരണ യജ്ഞം നടത്തി. അടിയന്തരാവസ്ഥ ഏറ്റവും ഭീകരമായ ഒന്നായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ അടിയന്തരാവസ്ഥ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒന്നായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താനുള്ള അന്തിമ തീരുമാനം ഇന്ദിരാഗാന്ധി നിർദ്ദേശിച്ചു. അത് ഇന്ത്യയുടെ രാഷ്ട്രപതി അംഗീകരിച്ചു. അതിനുശേഷം മന്ത്രിസഭയും പാർലമെന്റും ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ അംഗീകരിച്ചു. ആസന്നമായ ആന്തരികവും ബാഹ്യവുമായ ഭീഷണികളുണ്ടെന്ന യുക്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സ്റ്റേറ്റിലേക്ക് 1967-നും 1971-നും ഇടയിൽ സർക്കാരിൻ്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും മേൽ സമ്പൂർണ്ണ നിയന്ത്രണവും പാർലമെന്റിൽ വൻ ഭൂരിപക്ഷവും നേടിയെടുക്കാൻ പ്രധാനമന്ത്രി എത്തി. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ ഭീഷണിയായും അവിശ്വാസികളായിട്ടും കണ്ടിരുന്ന ക്യാബിനറ്റിനേക്കാൾ പ്രധാനമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിനുള്ളിലെ കേന്ദ്ര സർക്കാരിൻ്റെ അധികാരം കേന്ദ്രീകരിച്ചാണ് ആദ്യത്തെ ഭരണം നേടിയെടുത്തത്. അതിനായിട്ട് അവരെ ആശ്രയിച്ചത് ഇന്ദിരാഗാന്ധിയുടെ ഉപദേശക വലയത്തിലെ കേന്ദ്ര വ്യക്തിത്വമായ തൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി PN ഹക്സറിനെയാണ്. സർക്കാർ ഉദ്യോഗസ്ഥൻ അന്നത്തെ ഭരണകക്ഷിയുടെ പ്രത്യയശാസ്ത്രത്തോട് പ്രതിബദ്ധതയുള്ളവനായിരിക്കണം എന്ന വ്യവസ്ഥ വന്നു. ഇന്ദിരാഗാന്ധി തൻ്റെ എതിരാളികളെ നിഷ്കരണം കബളിപ്പിച്ച് 1969 പാർട്ടിയെ കോൺഗ്രസ് O ആയിട്ട് പിളർത്താൻ നിർബന്ധിതയായി. ഇന്ദിരാഗാന്ധി തൻ്റെ എതിരാളികളെ നിഷ്കരണം കബളിപ്പിച്ച് 1989 പാർട്ടിയെ കോൺഗ്രസ് O ആയിട്ട് പിളർത്തി. പഴയ ഗാർഡും അവരുടെ കോൺഗ്രസ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഭൂരിപക്ഷവും കോൺഗ്രസ് MP-മാരും ഇന്ദിരയുടെ പക്ഷത്തേക്ക് ചേർന്നു. ഇന്ദിരയുടെ പാർട്ടി പഴയ കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഇനമായിരുന്നു. അത് ആഭ്യന്തര ജനാധിപത്യത്തിൻ്റെ പാരമ്പര്യങ്ങളുള്ള ശക്തമായിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നു. മറുവശത്ത് കോൺഗ്രസ് L അണികൾക്കുള്ളിലെ അവരുടെ പുരോഗതി ഇന്ദിരയോടും അവരുടെ കുടുംബത്തോടുമുള്ള വിശ്വസ്തതയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നുവെന്ന് അംഗങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി. ഒപ്പം ആഡംബര പ്രകടനങ്ങൾ പതിവായി മാറും. വരും വർഷങ്ങളിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷിയാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് പകരം കൈകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട വിശ്വസ്തരെ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിയായി പ്രതിഷ്ഠിക്കാൻ ഇന്ദിര സ്വാധീനിച്ചു. ഇന്ദിരയുടെ കയറ്റം ജനങ്ങൾക്കിടയിൽ അവരുടെ ആകർഷണീയമായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ പ്രചാരം ലഭിക്കാൻ കാരണമായി. അത് അവരുടെ ഗവൺമെന്റിന്റെ സമൂലമായ ഇടതുപക്ഷ ചായ്വുകളിൽ സഹായിച്ചു. 1969 ജൂലൈയിലെ നിരവധി പ്രമുഖ ബാങ്കുകളുടെ ദേശസാൽക്കരണവും
1970 സെപ്റ്റംബറിൽ സ്വകാര്യ പേഴ്സ് നിർത്തലാക്കിയതും ഇതിൽ ഉൾപ്പെടുന്നു. ഈ മാറ്റങ്ങളെല്ലാം പലപ്പോഴും അവരുടെ എതിരാളികളെ ഞെട്ടിച്ചുകൊണ്ട് ഓർഡിനൻസ് വഴി പെട്ടെന്ന് ചെയ്തു. ദരിദ്രരായ ദളിതരും സ്ത്രീകളും ന്യൂനപക്ഷങ്ങളും ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗങ്ങളിൽ അവർക്ക് ശക്തമായ പിന്തുണ ഉണ്ടായിരുന്നു. ഇന്ദിര സാമ്പത്തിക ശാസ്ത്രത്തിൽ സോഷ്യലിസത്തിനും മതപരമായ സാഹിത്യത്തിൽ മതപരമായ കാര്യങ്ങളിൽ മതേതരത്വത്തിനും വേണ്ടി നിലകൊണ്ടു. പാവപ്പെട്ടവരുടെ അനുകൂലിയായി രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനത്തിന് വേണ്ടി നിലകൊണ്ടു. 1971 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇന്ദിരയുടെ ജനകീയ മുദ്രാവാക്യമായ ഗരീബി ഹഠാവോ, അതായത് ദാരിദ്ര്യം തുടച്ചു നീക്കുക എന്ന മുദ്രാവാക്യം മുഴക്കി. അവർക്ക് വലിയ ഭൂരിപക്ഷം അതായത് ഇന്ദിരയ്ക്ക് വലിയ ഭൂരിപക്ഷം നൽകിക്കൊണ്ട് ജനങ്ങൾ അണിനിരന്നു. അതിൻ്റെ വിജയത്തിൻ്റെ വ്യത്യാസത്തിൽ കോൺഗ്രസ് യഥാർത്ഥ കോൺഗ്രസ് ആയി കണക്കാക്കപ്പെട്ടു. 1971 ഡിസംബറിൽ അവരുടെ സജീവമായ യുദ്ധ നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യ അതിൻ്റെ ബദ്ധശത്രുവായ പാകിസ്ഥാനെ ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. അത് ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. മുമ്പ് അത് കിഴക്കൻ പാകിസ്ഥാനായിരുന്നു. അടുത്ത മാസം അവർക്ക് ഭാരതരത്ന ലഭിച്ചു. അതായത് അവരെ ഭാരതരത്ന നൽകി ആദരിച്ചു. അവർ അവരുടെ ഏറ്റവും വലിയ ഉയർച്ചയിലായിരുന്നു. പ്രതിപക്ഷ നേതാക്കൾ പോലും അവരെ സ്വേച്ഛാധിപതിയാണെന്നും വ്യക്തിത്വ ആരാധന വളർത്തിയെന്നും പതിവായി കുറ്റപ്പെടുത്തുകയും അവളെ ഹിന്ദു ദേവതയായ ദുർഗ എന്നാണ് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നത്. ജുഡീഷ്യൽ സെറ്റ്ബാക്സ്. 1967 ഗോലക്നാഥ് കേസിൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ പാർലമെന്റിന് ഭേദഗതി ചെയ്യാൻ കഴിയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. മാറ്റങ്ങൾ മൗലികാവകാശങ്ങൾ പോലുള്ള അടിസ്ഥാന പ്രശ്നങ്ങളെ ബാധിക്കുകയാണെങ്കിൽ ഈ വിധിയെ അസാധുവാക്കാൻ ഇന്ദിരാഗാന്ധി കോൺഗ്രസിൻ്റെ ആധിപത്യമുള്ള പാർലമെൻറ്റ് 1971 24ാം ഭരണഘടനാ ഭേദഗതി പാസാക്കി. അതുപോലെ മുൻ രാജകുമാരന്മാർക്ക് നൽകിയ സ്വകാര്യ പേഴ്സ് പിൻവലിക്കാനുള്ള സുപ്രീം കോടതി കേസ് സർക്കാർ തോറ്റതിനെ തുടർന്ന് പാർലമെൻറ്റ് 26ാം ഭേദഗതി പാസാക്കി. ഇത് സർക്കാർ സ്വകാര്യ പേഴ്സ് റദ്ദാക്കിയതിന് ഭരണഘടനാപരമായ സാധുത നൽകുകയും സുപ്രീം കോടതിയുടെ ഉത്തരവ് അസാധുവാക്കുകയും ചെയ്തു. 24ാം ഭേദഗതി ചോദ്യം ചെയ്യപ്പെട്ട കേശവാനന്ദ ഭാരതി കേസിൽ ഈ ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് പോരാട്ടം തുടരും. 7 മുതൽ 6 വരെയുള്ള ചെറിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തോടു കൂടി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പാർലമെന്റിന്റെ ഭരണഘടനാ ഭേദഗതി അധികാരം പരിമിതപ്പെടുത്തി. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന മാറ്റാൻ അത് ഉപയോഗിക്കാനാവില്ലെന്ന് പ്രസ്താവിച്ചു. തുടർന്ന് കേശവാനന്ദ ഭാരതി കേസിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഇടയിൽ ജഡ്ജിയായിട്ടുള്ള AN റായെ പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസാക്കി മാറ്റി. കേശവാനന്ദ ഭാരതി കേസിലെ ഭൂരിപക്ഷ അംഗങ്ങളായ JM ഷെലാത്ത്, KS ഹെഡ്ഗെ, ഗ്രോവർ എന്നിവരേക്കാൾ മുതിർന്ന 3 ജഡ്ജിമാരെ റേ മറികടന്നു. ജുഡീഷ്യറിയെ നിയന്ത്രിക്കാനുള്ള ഇന്ദിരാഗാന്ധിയുടെ പ്രവണത പത്രങ്ങളിൽ നിന്നും രാഷ്ട്രീയ എതിരാളികൾ കടുത്ത വിമർശനത്തിന് വിധേയമായി. ഇത് കൂടുതൽ ശക്തമായ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട എക്സിക്യൂട്ടീവുള്ള ഒരു പ്രസിഡൻഷ്യൽ സംവിധാനത്തിലേക്ക് നീങ്ങണമെന്ന് ചില കോൺഗ്രസ് പാർട്ടി നേതാക്കൾ ആവശ്യപ്പെടുന്നു. 1973 ഡിസംബറിനും 1974 മാർച്ചിനും ഇടയിൽ ഗുജറാത്തിൽ നടന്ന നവ്നിർമ്മൻ പ്രസ്ഥാനമാണ് അത്തരം പ്രസ്ഥാനത്തോടുള്ള ആദ്യ പ്രതികരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായുള്ള വിദ്യാർത്ഥി കലാപം നടന്നു. ആത്യന്തികമായി സംസ്ഥാന നിയമസഭ പിരിച്ചുവിടാൻ കേന്ദ്ര സർക്കാരിനെ നിർബന്ധരാക്കി. ഇത് മുഖ്യമന്ത്രിയുടെ രാജിയിലേക്ക് നയിച്ചു. മന്ത്രി ചിമംബായ് പട്ടേൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തൽ, അതിനിടെ പൊതു നേതാക്കൾക്കെതിരെ വധശ്രമവും റെയിൽവേ മന്ത്രി ലളിത് നാരായണൻ മിശ്രയുടെ കൊലപാതകവും ഉണ്ടായി. ഒരു ബോംബ് ആക്രമണത്തിലൂടെ ഇതെല്ലാം രാജ്യത്തുടനീളം വളരുന്ന ക്രമസമാധാന പ്രശ്നത്തെ സൂചിപ്പിക്കുന്നുണ്ട്.
1974 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ബീഹാർ സർക്കാരിനെതിരെ ബീഹാർ ഛത്ര സംഘർഷ സമിതി നടത്തിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് മുതിർന്ന ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ജയപ്രകാശ് നാരായണിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും പിന്തുണ ലഭിച്ചു. 1974 ഏപ്രിലിൽ പട്നയിൽ വെച്ച് ജയപ്രകാശ് നാരായൺ സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തു. ഇത് സമൂഹത്തെ അക്രമരഹിതമായി പരിവർത്തനം ചെയ്യാൻ വിദ്യാർത്ഥികളോടും കർഷകരോടും തൊഴിലാളി യൂണിയനുകളോടും ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇത് കേന്ദ്രം അംഗീകരിച്ചില്ല. ഒരു മാസത്തിനു ശേഷം രാജ്യത്തെ ഏറ്റവും വലിയ യൂണിയനായ റെയിൽവേ ജീവനക്കാരുടെ യൂണിയൻ രാജ്യവ്യാപകമായ റെയിൽവേ പണിമുടക്ക് നടത്തി. ഓൾ ഇന്ത്യ റെയിൽവേ മെൻസ് ഫെഡറേഷൻ പ്രസിഡന്റായിരുന്ന ജോർജ് ഫെർണാണ്ടസിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം നടന്നിരുന്നത്. ഇന്ദിരാഗാന്ധി സർക്കാർ ക്രൂരമായി അടിച്ചമർത്തുകയും ആയിരക്കണക്കിന് ജീവനക്കാരെ അറസ്റ്റ് ചെയ്യുകയും അവരുടെ കുടുംബങ്ങളെ അവരുടെ ക്വാർട്ടേഴ്സിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. എന്താണ് രാജ് നരൈൻ കേസ് എന്ന് പറഞ്ഞാൽ, 1971 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയോട് പരാജയപ്പെട്ട രാജ് നരൈൻ അവർക്കെതിരെ അലഹബാദ് ഹൈക്കോടതിയിൽ വഞ്ചനയ്ക്കും സർക്കാർ സംവിധാനങ്ങളെ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചതിനും തെരഞ്ഞെടുപ്പ് കേസ് ഫയൽ ചെയ്തു. അഭിഭാഷകനായുള്ള ശാന്തി ഭൂഷണാണ് നരേന് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായത്. ഇന്ദിരാഗാന്ധിയും ഹൈക്കോടതിയിലെ കേസ് വിസ്താരം ചെയ്യപ്പെട്ടു. ഇത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സംഭവമാണ്. 1975 ജൂൺ 12 അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ജഗ്മോഹൻ ലാൽ സിൻഹ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തു എന്ന കുറ്റത്തിന് പ്രധാനമന്ത്രി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. കോടതി അവരുടെ തെരഞ്ഞെടുപ്പ് അസാധുവായി പ്രഖ്യാപിക്കുകയും അവരെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. 6 വർഷത്തേക്ക് അധികമായി ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നതിൽ നിന്നും കോടതി അവരെ വിലക്കുകയും ചെയ്തു. കോടതി അവരുടെ തെരഞ്ഞെടുപ്പ് അസാധുവായിട്ട് പ്രഖ്യാപിക്കുകയും അവരെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. 6 വർഷത്തേക്ക് അധികമായി ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നതിൽ നിന്നും കോടതി അവരെ പിൻവലിച്ചു. വോട്ടർമാർക്ക് കൈക്കൂലി നൽകൽ, തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി. സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തതിന് അവർ ഉത്തരവാദികളാണെന്നും സർക്കാർ ഉദ്യോഗസ്ഥനായ യശ്പാൽ കപൂറിന്റെ സേവനം പ്രയോജനപ്പെടുത്താൻ സംസ്ഥാന പോലീസിനെ ഉപയോഗിച്ചു തുടങ്ങിയ കുറ്റങ്ങളിൽ കുറ്റക്കാരിയാണെന്നും കണ്ടെത്തി. ഹൈക്കോടതി വിധിക്കെതിരെ ഇന്ദിരാഗാന്ധി സുപ്രീം കോടതിയെ സമീപിച്ചു. 1975 ജൂൺ 24 ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ഹൈക്കോടതി വിധി ശരിവെക്കുകയും MP എന്ന നിലയിൽ ഗാന്ധിക്ക് ലഭിച്ച എല്ലാ ആനുകൂല്യങ്ങളും നിർത്തലാക്കാനും പാർലമെന്റിൽ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് അവരെ വിലക്കാനും ഉത്തരവിട്ടു. എന്നിരുന്നാലും അപ്പീൽ തീർപ്പാക്കുന്നതുവരെ അവർക്ക് പ്രധാനമന്ത്രിയായി തുടരാൻ അനുമതി ലഭിച്ചു. അടുത്ത ദിവസം ജയപ്രകാശ് നാരായൺ ഡൽഹിയിൽ ഒരു വലിയ റാലി സംഘടിപ്പിച്ചു. അവിടെ അദ്ദേഹം പറഞ്ഞു, ഉത്തരവ് അധാർമികമാണെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സർക്കാർ ഉത്തരവുകൾ നിരസിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഇത് സ്വാതന്ത്ര്യ സമര കാലത്ത് മഹാത്മാഗാന്ധിയുടെ മുദ്രാവാക്യമായി. രാജ്യത്ത് കലാപമുണ്ടാകുന്നതിന്റെ സൂചനയായിട്ടാണ് ഇത്തരമൊരു പ്രസ്താവന സ്വീകരിച്ചത്. അന്ന് തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ദിരാഗാന്ധി രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദിനോട് അഭ്യർത്ഥിച്ചു. 3 മണിക്കൂറിനുള്ളിൽ എല്ലാ പ്രധാന പത്രങ്ങളുടെയും വൈദ്യുതി വിച്ഛേദിക്കുകയും രാഷ്ട്രീയ പ്രതിപക്ഷത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കേന്ദ്രമന്ത്രിസഭയുമായി ചർച്ച ചെയ്യാതെയാണ് നിർദ്ദേശം അയച്ചത്. അതിൻ്റെ അംഗങ്ങൾ അത് അറിഞ്ഞതും പിറ്റേന്ന് രാവിലെ മാത്രമാണ്. അങ്ങനെ 1975 ജൂൺ 25 മുതൽ ഇന്ത്യൻ ദേശീയ അടിയന്തരാവസ്ഥ നിലവിൽ വന്നു. ഇനി നമുക്ക് പറയാനുള്ളത് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ലോസ് ആണ്. അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പും അടിയന്തരാവസ്ഥ കാലത്തും രാഷ്ട്രീയ എതിരാളികളെ അറസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്രൂരമായ നിയമങ്ങൾ ഇന്ദിരാഗാന്ധി സർക്കാർ പാസാക്കി. 1971 ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് കുപ്രസിദ്ധമായ മെയിൻ്റനൻസ് ആയിരുന്നു. അതിലൊന്ന് 1967 പിൻവലിച്ച ഡിഫൻസ് ഓഫ് ഇന്ത്യയുടെ നിയമങ്ങളും ഇന്ദിരാ സർക്കാർ പുതുക്കി. ഡിഫൻസ് ഓഫ് ഇന്ത്യയുടെ നിയമങ്ങൾക്ക് വിപുലമായ മാൻഡേറ്റ് നൽകുകയും ഡിഫൻസ് ആൻഡ് ഇന്റേണൽ സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ റൂൾസ് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു.
മറ്റൊരു നിയമം 1974 ഡിസംബറിൽ പാസാക്കിയ ഫോറിൻ എക്സ്ചേഞ്ച് സംരക്ഷണവും കള്ളക്കടത്ത് പ്രവർത്തനങ്ങൾ തടയലുമായിരുന്നു. നെക്സലൈറ്റ് മൂവ്മെന്റ്സ്, ജനറൽ ട്രെൻഡ്സ്. നെക്സലൈറ്റ് മൂവ്മെന്റിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള പൊതുവായിട്ടുള്ള പ്രവണതകൾ എന്തൊക്കെയായിരുന്നാണെന്ന് ഇതിൽ പറയുന്നത്. നെക്സലൈറ്റ് മാവോയിസ്റ്റ് കലാപം ഔദ്യോഗികമായി ലെഫ്റ്റ് വിങ് തീവ്രവാദം എന്ന് വിളിക്കപ്പെടുന്നുണ്ട്. LWE എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് മാവോയിസ്റ്റ് രാഷ്ട്രീയ വികാരത്തെയും പ്രത്യയശാസ്ത്രത്തെയും പിന്തുണയ്ക്കുന്ന തീവ്ര ഇടതുപക്ഷ തീവ്ര കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു കൂട്ടം മാവോയിസ്റ്റുകൾ തമ്മിലുള്ള നിരന്തരമായിട്ടുള്ള സംഘടനമാണ്. ഇന്ത്യൻ ദണ്ഡകാരണ്യ ഛത്തീസ്ഗഡ്, ഒഡീഷ മേഖലയിലെ പരിസരത്ത് ജാർഖണ്ഡ്, ബീഹാർ, പശ്ചിമ ബംഗാൾ എന്നിവയുടെ ട്രൈ ജംഗ്ഷൻ ഏരിയയിലും കൽക്കരി സമ്പന്നമായ വിദൂര വനങ്ങളാൽ നിറഞ്ഞ മലയോര ക്ലസ്റ്ററുകളിലായി 10 സംസ്ഥാനങ്ങളിലായി LWEയുടെ സ്വാധീന മേഖല ആയിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അവഗണിക്കപ്പെട്ട കർഷക തൊഴിലാളികൾക്കും ദരിദ്രർക്കും മെച്ചപ്പെട്ട ഭൂവുടമാവകാശത്തിനും കൂടുതൽ തൊഴിലുകൾക്കും വേണ്ടിയുള്ള പോരാട്ടമാണ് നക്സലൈറ്റുകൾ നടത്തിയിരുന്നത്. ആദിവാസികളെയും പോലീസുകാരെയും സർക്കാർ ജീവനക്കാരെയും അവർ ലക്ഷ്യമിട്ടു. നക്സലൈറ്റ് മാവോയിസ്റ്റുകളുടെ സായുധ വിഭാഗത്തെ പീപ്പിൾസ് ലിബറേഷൻ ഗറില്ല ആർമി, അതായത് PLGA എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിൽ 6500നും 9500നും ഇടയിൽ കേഡറുകൾ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. കൂടുതലും ചെറിയ ആയുധങ്ങൾ കൊണ്ട് സജ്ജീകരിച്ചിരുന്നു. ഭരണകൂടത്തിനെതിരായ ജനകീയ യുദ്ധത്തിന് സമാനമായ ഗ്രാമീണ കലാപത്തിന്റെ തന്ത്രമാണ് തങ്ങൾ പിന്തുടരുന്നതെന്ന് നക്സലൈറ്റുകൾ അവകാശപ്പെടുന്നുണ്ട്. ചാരു മജുംദാർ, കനു സന്യാൽ, ജംഗൽ സന്താൾ എന്നിവരുടെ നേതൃത്വത്തിൽ 1967 നക്സൽബാരി കലാപത്തിന് ശേഷമാണ് കലാപം ആരംഭിച്ചത്. അവരുടെ ഉത്ഭവം 1967 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ നിന്ന് കണ്ടെത്താനും ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സൃഷ്ടിക്കുന്നതിലേക്ക് നയിച്ചു. പാർട്ടിക്കുള്ളിലെ പോരാട്ടങ്ങൾക്കും സർക്കാർ സ്വീകരിച്ച പ്രതിരോധ നടപടികൾക്കും ശേഷം CPI ML പല ചെറിയ വിഭാഗങ്ങളായിട്ട് പിരിഞ്ഞു. ചുവന്ന ഇടനാഴി പ്രദേശങ്ങൾ, വിദൂരവും അവികസിതവുമായ ഇന്ത്യയിലെ ആദിവാസി ഗ്രാമപ്രദേശങ്ങളിൽ നക്സലിസം വലിയ തോതിൽ സജീവമായി. വിദഗ്ധര ധാർമ്മിക ഭരണവും വികസനവും സുരക്ഷിതത്വവും പരിഹാരമായിട്ട് ബാധിക്കുന്നുണ്ട്. റീജിയണലിസം ആൻഡ് മിലിറ്റന്റ് ആക്ടിവിറ്റീസ്. ഇന്ത്യയിലെ വിഘടനവാദം സാധാരണയായി സംസ്ഥാന വിഘടനവാദത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയിൽ ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങളുടെ പിൻവാങ്ങലാണ്. അതേസമയം ചിലർ ഇന്ത്യക്കുള്ളിൽ ഒരു പ്രത്യേക സംസ്ഥാനമോ കേന്ദ്രഭരണ പ്രദേശമോ സ്വയംഭരണാധികാരമുള്ള ഭരണവിഭജനമോ ആവശ്യപ്പെടുന്നുണ്ട്. ആയിരക്കണക്കിന് അംഗങ്ങളുമായി നിരവധി വിഘടനവാദ പ്രസ്ഥാനങ്ങൾ നിലവിലുണ്ട്. എന്നിരുന്നാലും ചിലർക്ക് പ്രാദേശിക പിന്തുണയും ജനാധിപത്യ തെരഞ്ഞെടുപ്പുകളിലെ ഉയർന്ന വോട്ടർ പങ്കാളിത്തവുമുണ്ട്. പഞ്ചാബിലെ ഖാലിസ്ഥാനി കലാപം 1980കളിലും 1990കളുടെ തുടക്കത്തിലും സജീവമായിരുന്നു. പക്ഷേ അത് തകർക്കപ്പെടുകയും ഇപ്പോൾ ഇന്ത്യക്കുള്ളിൽ കീഴടങ്ങുകയും ചെയ്തു. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ കലാപത്തിൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒന്നിലധികം സായുധ വിഘടനവാദി വിഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അവ സിലിഗുരി ഇടനാഴിയിലൂടെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായിട്ട് ബന്ധിച്ചിരുന്നു. വടക്ക് കിഴക്കൻ ഇന്ത്യയെ സാധാരണയായി അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ത്രിപുര, മിസോറാം, മണിപ്പൂർ, നാഗാലാൻഡ് എന്നീ 7 സംസ്ഥാനങ്ങളെ പരാമർശിക്കുന്നുണ്ട്. ഈ സംസ്ഥാനങ്ങളിലെ വിമതരും കേന്ദ്ര സർക്കാരും അവരുടെ തദ്ദേശീയരായിട്ടുള്ള നിവാസികളും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരും തമ്മിൽ സംഘർഷങ്ങൾ നിലനിന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കാശ്മീരിനെ കുറിച്ചാണ് പറയാനുള്ളത്. കാശ്മീരിനെ ഇന്ത്യയിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഒരു പ്രേരക ഘടകമായിട്ട് മൗണ്ട് ബാറ്റൻ മാറി. മഹാരാജ ഹരിസിംഗ് നാട്ടുരാജ്യത്തിൻ്റെ ഭരണാധികാരിയായി 1925 ജമ്മു കാശ്മീരിൻ്റെ ഭരണം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. 1947 ഉപഭൂഖണ്ഡത്തിലെ ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷം ജമ്മു കാശ്മീർ ഏത് പ്രദേശത്തോട് ചേരണം എന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നു. 77% മുസ്ലിങ്ങൾ അധിവസിക്കുന്ന പ്രദേശമാണ് ജമ്മു കാശ്മീർ. 1941 സെൻസസ് പ്രകാരം ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. കാശ്മീർ പാകിസ്ഥാനിൽ ചേരുമെന്ന് പാകിസ്ഥാനിലെ പലരും പ്രതീക്ഷിച്ചു. എന്നിരുന്നാലും
കാശ്മീർ താഴ്വരയിലെ ജമ്മു ആൻഡ് കാശ്മീർ നാഷണൽ കോൺഫറൻസുകൾ പ്രധാന രാഷ്ട്രീയ പ്രസ്ഥാനം മതേതരമായ പ്രസ്ഥാനങ്ങളായിരുന്നു. 1930 മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി സഖ്യത്തിലായിരുന്നു. കാശ്മീർ ഇന്ത്യയുമായി ചേരുമെന്ന് ഇന്ത്യയിലെ പലർക്കും പ്രതീക്ഷയുണ്ടായിരുന്നു. മഹാരാജാവ് അനിശ്ചിതത്വത്തെ അഭിമുഖീകരിച്ചു. 1947 ഒക്ടോബർ 22 സംസ്ഥാനത്തിൻ്റെ പടിഞ്ഞാറൻ ജില്ലകളിൽ നിന്നുള്ള വിമത പൗരന്മാരും പാകിസ്ഥാന്റെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിൽ നിന്നുള്ള ഗോത്രവർഗക്കാരും പാകിസ്ഥാന്റെ പിന്തുണയോടെ സംസ്ഥാനം ആക്രമിച്ചു. മഹാരാജാവ് ആദ്യം തിരിച്ചടിച്ചെങ്കിലും ഇന്ത്യയോട് സഹായത്തിനായിട്ട് അഭ്യർത്ഥിച്ചു. ഭരണാധികാരി ഇന്ത്യയിലേക്ക് ചേരാനുള്ള വ്യവസ്ഥകളിൽ സമ്മതിച്ചു. സൈനിക സഹായത്തിനായി മഹാരാജ ഹരിസിംഗ് 1947 ഒക്ടോബർ 26 ഇൻസ്ട്രുമെന്റിന് ഒപ്പുവെച്ചു. ഇത് അടുത്ത ദിവസം ഗവർണർ ജനറൽ അംഗീകരിച്ചു. ഇന്ത്യ ഗവൺമെൻറ് പ്രവേശനം അംഗീകരിച്ചെങ്കിലും സംസ്ഥാനം അധിനിവേശക്കാരിൽ നിന്ന് മോചിപ്പിച്ചതിന് ശേഷം ഇത് ജനങ്ങളിലേക്കുള്ള ഒരു പരാമർശത്തിന് സമർപ്പിക്കുമെന്ന വ്യവസ്ഥ കൂട്ടിച്ചേർത്തു. കാരണം കാശ്മീരികൾ എവിടെ വേണമെന്ന് മഹാരാജാവിനല്ല ജനങ്ങൾക്ക് മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ. അതൊരു താൽക്കാലിക പ്രവേശനമായിരുന്നു. ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്ഷൻ ഒപ്പുവെച്ചതോടുകൂടി ആക്രമണകാരികളെ പുറത്താക്കുന്നതിനുള്ള ഉത്തരവുമായി ഇന്ത്യൻ സൈനികർ കാശ്മീരിൽ പ്രവേശിച്ചു. ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്ഷൻ ഒപ്പുവെച്ചതോടുകൂടി ആക്രമണകാരികളെ പുറത്താക്കുന്നതിനുള്ള ഉത്തരവുമായി ഇന്ത്യൻ സൈനികർ കാശ്മീരിൽ പ്രവേശിച്ചു. 1947 ഇന്ത്യ പാക് യുദ്ധം 1948 അവസാനം വരെ നീണ്ടുനിന്നു. 1948 തുടക്കത്തിൽ ഇന്ത്യ വിഷയം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലേക്ക് കൊണ്ടുപോയി. ജമ്മുകാശ്മീർ പ്രദേശത്ത് നിന്ന് പാകിസ്ഥാൻ പൗരന്മാരെയും പിൻവലിക്കണമെന്ന് സുരക്ഷാ കൗൺസിൽ പ്രമേയം പാസാക്കി. ക്രമസമാധാന പാലനത്തിന് മതിയായ എണ്ണം മാത്രം ബാക്കി വെച്ച് ഭൂരിപക്ഷം സേനകളെയും പിൻവലിക്കാൻ ഇന്ത്യ ആവശ്യപ്പെട്ടു. UN നിരീക്ഷകരുടെ മേൽനോട്ടത്തിൽ 1949 ജനുവരി 1 ഒരു വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു. സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം അനുസരിച്ച് പിൻവലിക്കൽ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യക്കും പാകിസ്ഥാനും വേണ്ടിയുള്ള പ്രത്യേക ഐക്യരാഷ്ട്ര കമ്മീഷൻ രൂപീകരിച്ചു. ഈ ഐക്യരാഷ്ട്ര കമ്മീഷൻ 1948 49 ഇടയിൽ ഉപഭൂഖണ്ഡത്തിൽ 3 സന്ദർശനങ്ങൾ നടത്തി. UN നിരീക്ഷകരുടെ മേൽനോട്ടത്തിൽ 1949 ജനുവരി 1 ഒരു വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു. സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം അനുസരിച്ച് പിൻവലിക്കൽ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിട്ട് ഇന്ത്യക്കും പാകിസ്ഥാനും വേണ്ടിയുള്ള പ്രത്യേക ഐക്യരാഷ്ട്ര കമ്മീഷൻ രൂപീകരിച്ചു. ഈ ഒരു കമ്മീഷൻ 1948 1949 ഇടയിൽ ഉപഭൂഖണ്ഡത്തിലെ 3 സന്ദർശനങ്ങൾ നടത്തി. ഇന്ത്യക്കും പാകിസ്ഥാനും യോജിച്ച ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചു. 1948 ഓഗസ്റ്റിൽ ഇത് 3 ഭാഗങ്ങളിലുള്ള ഒരു പ്രക്രിയ നിർദ്ദേശിക്കുന്ന ഒരു പ്രമേയം പാസാക്കി. ഇത് ഇന്ത്യ അംഗീകരിച്ചെങ്കിലും പാകിസ്ഥാൻ ഫലപ്രദമായിട്ട് നിരസിച്ചു. അവസാനം ഒരിക്കലും പിൻവലിക്കൽ നടന്നില്ല. ആദ്യം പാകിസ്ഥാൻ പിന്മാറണമെന്ന് ഇന്ത്യ ശഠിച്ചു. അതിനുശേഷം ഇന്ത്യ പിൻവാങ്ങുമെന്ന് ഉറപ്പില്ല എന്ന് പാകിസ്ഥാൻ വാദിച്ചു. സൈനികവൽക്കരണ പ്രക്രിയയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു കരാറിലെത്താൻ കഴിഞ്ഞില്ല. 1965 1971 ഇന്ത്യയും പാകിസ്ഥാനും 2 യുദ്ധങ്ങൾ കൂടി നടത്തി. അതിനുശേഷം ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. അതത് പ്രദേശങ്ങൾ തമ്മിലുള്ള നിയന്ത്രണ രേഖ അംഗീകരിക്കുകയും ഉഭയകക്ഷി ചർച്ചകളിലൂടെ തർക്കം സമാധാനപരമായി പരിഹരിക്കുകയും ചെയ്തു. 2019 ഓഗസ്റ്റ് 5 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മു കാശ്മീർ അനുവദിച്ച പ്രത്യേക പദവി അല്ലെങ്കിൽ പരിമിത സ്വയംഭരണാധികാരം ഇന്ത്യ ഗവൺമെൻറ് അസാധുവാക്കി. കാശ്മീരിൻ്റെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യ ഭരിക്കുന്ന ഒരു പ്രദേശം 1947 മുതൽ ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്ക വിഷയമാണ്. ഈ സംസ്ഥാനം ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു. ഈ ഒരു സംസ്ഥാനം ഇന്ന് ജമ്മു കാശ്മീർ, ലഡാക്ക് എന്ന പേരിൽ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് മാറി. ഇനി നമുക്ക് പഞ്ചാബിനെ കുറിച്ച് പറയാം. പഞ്ചാബ് മേഖലയിൽ ഖാലിസ്ഥാൻ, അതായത് ഖൽസയുടെ നാട്, ഖാലിസ്ഥാൻ എന്ന പേരിൽ ഒരു പരമാധികാര രാഷ്ട്രം സ്ഥാപിച്ച് സിഖുകാർക്ക് ഒരു മാതൃഭൂമി സൃഷ്ടിക്കുകയാണ് ഖാലിസ്ഥാൻ പ്രസ്ഥാനം ലക്ഷ്യമിടുന്നത്. നിർദ്ദിഷ്ട ഖാലിസ്ഥാനെ പ്രാദേശിക നിർവചനത്തിൽ ഇന്ത്യയിലെ പഞ്ചാബ് സംസ്ഥാനം, മുമ്പ് പഞ്ചാബിൻ്റെ ഭാഗമായിരുന്ന ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നിവയുടെ ഭാഗങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാനിലെ പഞ്ചാബും ഉൾപ്പെടുന്ന രീതിയിലുള്ളതായിരുന്നു.
ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ പതനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക സിഖ് രാഷ്ട്രത്തിനായുള്ള മുറവിളി ആരംഭിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം പ്രത്യേക സിഖ് രാഷ്ട്രത്തിനുള്ള മുറവിളി ആരംഭിച്ചു. 1940 ഖാലിസ്ഥാനെ കുറിച്ചുള്ള ആദ്യത്തെ വ്യക്തമായ ആഹ്വാനം ഖാലിസ്ഥാൻ എന്ന പേരിൽ ഒരു ലഘുലേഖയിലുണ്ടായി. സിഖ് പ്രവാസികളുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ പിന്തുണയോടുകൂടി ഇന്ത്യൻ സംസ്ഥാനമായ പഞ്ചാബിൽ ഈ പ്രസ്ഥാനം അഭിവൃദ്ധി പ്രാപിച്ചു. സിഖ് ഭൂരിപക്ഷമുള്ള 1970കളിലും 1980കളിലും ഇത് തുടരുകയും 1980കളുടെ അവസാനത്തിൽ അതിൻ്റെ ഉന്നതിയിലെത്തുകയും ചെയ്തു. 1984 ജൂണിൽ ജർണൈൽ സിംഗ് ഭിൻഡൻവാലയുടെ നേതൃത്വത്തിൽ അമൃത്സറിലെ ഹർമന്ദിർ സാഹിബിലെ തീവ്രവാദി സിഖുകാരെ തുരത്താൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക നടപടിക്ക് ഇന്ത്യൻ സർക്കാർ ഉത്തരവിട്ടു. ക്ഷേത്ര സമുച്ചയത്തിലെ സൈനിക നടപടിയെ ലോകമെമ്പാടുമുള്ള സിഖുകാർ വിമർശിച്ചു. അവരതിനെ സിഖ് മതത്തിനെതിരായ ആക്രമണമായിട്ട് വ്യാഖ്യാനിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞ 5 മാസത്തിന് ശേഷം 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി അവരുടെ 2 സിഖ് അംഗരക്ഷകരായിട്ടുള്ള സത്വന്ത് സിംഗ്, ബിയാന്ത് സിംഗ് എന്നിവരുടെ പ്രതികാര നടപടിയിൽ വിധിക്കപ്പെട്ടു. ഇന്ദിരാഗാന്ധിയുടെ മരണത്തെക്കുറിച്ചുള്ള പൊതുപ്രതിഷേധം സിഖ് വിരുദ്ധ കലാപം എന്നറിയപ്പെടുന്ന കൂട്ടക്കൊലയിലേക്ക് നയിച്ചു. ഡൽഹിയിൽ മാത്രം 3000-ലധികം സിഖുകാർ കൊല്ലപ്പെട്ടു. 1990കളിലെ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. വിഘടനവാദികൾക്കെതിരായ കനത്ത പോലീസ് അടിച്ചമർത്തൽ, വിഭാഗീയ ചേർത്തിരിവ്, സിഖ് ജനതയിൽ നിന്നുള്ള നിരാശ എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം കാരണങ്ങൾ കൊണ്ട് പ്രസ്ഥാനം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിൽ പരാജയപ്പെട്ടു. ഇനി ആസാമിനെ കുറിച്ച് നോക്കാം. ബംഗ്ലാദേശുമായും ഭൂട്ടാനുമായുള്ള സുരക്ഷിതങ്ങളുള്ള അതിർത്തികളും ബർമയുമായി വളരെ അടുത്ത് കിടക്കുന്നതിനാലും നിരവധി വർഷങ്ങളായി അസം തീവ്രവാദികളുടെ അഭയകേന്ദ്രമാണ്. 1980കളിലെ വിദേശീയ വിരുദ്ധ പ്രക്ഷോഭവും ജ്വലിക്കുന്ന തദ്ദേശീയ കുടിയേറ്റ സംഘർഷങ്ങളുമുള്ള ആസാം എന്നുള്ള പ്രദേശം. ആസാമിൻ്റെ കലാപത്തെ വളരെ സജീവമായ കലാപം എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസോമിൻ്റെ മുതിർന്ന നേതാക്കളെ ബംഗ്ലാദേശ് സർക്കാർ അറസ്റ്റ് ചെയ്യുകയും കൈമാറുകയും ചെയ്തു. 1979 ഏപ്രിലിൽ സായുധ പോരാട്ടത്തിലൂടെ അസമിലെ തദ്ദേശീയർക്ക് ഒരു പരമാധികാര സംസ്ഥാനം സ്ഥാപിക്കുന്നതിനാണ് ഉൾഫ അഥവാ ഈ ഒരു യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസോമിൻ്റെ രൂപീകരിച്ചത്. 1990 ഇന്ത്യ ഗവൺമെൻറ് ഉൾഫയെ നിരോധിക്കുകയും ഔദ്യോഗികമായിട്ട് ഒരു ഭീകര സംഘടനയായിട്ട് മുദ്രകുത്തുകയും ചെയ്തു. അതേസമയം US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ആശങ്കയുള്ള മറ്റ് ഗ്രൂപ്പുകൾ ഇതിനെ ആശങ്കയുള്ള മറ്റ് ഗ്രൂപ്പുകൾ എന്ന പട്ടികയിലാണ് ഉൾപ്പെടുത്തിയത്. 1990 ആരംഭിച്ച ഇന്ത്യൻ സൈന്യത്തിൻ്റെ സൈനിക നീക്കങ്ങൾ ഇന്നും തുടരുന്നുണ്ട്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ വിമതരും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 10,000-ഓളം പേർ മരിച്ചു. അയൽ പ്രദേശങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റത്തിനെതിരെ അസമീസ് വിഘടനവാദ ഗ്രൂപ്പുകൾ പ്രതിഷേധിച്ചു. 20ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ അന്ന് കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെട്ട ഇന്നത്തെ ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ അസമിലേക്ക് കുടിയേറി. 1961 അസം സർക്കാർ അസമീസ് ഭാഷ നിർബന്ധമാക്കിക്കൊണ്ടുള്ള നിയമനിർമ്മാണം പാസാക്കി. ബരാക്ക് താഴ്വരയിലെ ബംഗാളി സംസാരിക്കുന്ന ജനങ്ങളുടെ സമ്മതത്തെ തുടർന്ന് അത് പിന്നീട് പിൻവലിക്കേണ്ടി വന്നു. 1980കളിൽ ബ്രഹ്മപുത്ര താഴ്വരയിലെ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുടെ പെട്ടെന്നുള്ള വർധനവ് കണ്ടെത്തിയതിനെ തുടർന്ന് 6 വർഷത്തെ അസം പ്രക്ഷോഭം ആരംഭിച്ചു. അടുത്ത കാലത്തായി അവരിൽ ഭൂരിഭാഗവും അറസ്റ്റിലായതോടുകൂടി സംഘടനയുടെ മധ്യനിര നേതാക്കളെ നഷ്ടപ്പെട്ടു. നാഗാലാൻഡിലെ ഉൾഫയും നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിലും 1990കളുടെ തുടക്കത്തിൽ ദിമാസ നാഷണൽ സെക്യൂരിറ്റി ഫോഴ്സ് രൂപീകരിക്കാൻ സഹായിച്ചു. അതായത് DNSF രൂപീകരിച്ചു. എന്നിരുന്നാലും കമാൻഡർ ഇൻ ചീഫ് നാഗാലാൻഡിലെ ഉൾഫയും നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിലും 1990കളുടെ തുടക്കത്തിൽ ദിമാസ നാഷണൽ സെക്യൂരിറ്റി ഫോഴ്സ് രൂപീകരിക്കാൻ സഹായിച്ചു. എന്നാൽ മിക്ക DNF അംഗങ്ങളും 1995 കീഴടങ്ങി. എന്നിരുന്നാലും കമാൻഡർ ഇൻ ചീഫ് ജുവൽ ഗോർലോസ കീഴടങ്ങാൻ വിസമ്മതിക്കുകയും അസമിലും നാഗാലാൻഡിലും പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ ഗ്രൂപ്പായ ദിമ ആലം ഡൗഗ ആരംഭിക്കുകയും ചെയ്തു. ദിമാസ ജനങ്ങൾക്ക് വേണ്ടി ഒരു ഡിമാ ലാൻഡ് അഥവാ
ധിമ രാജി സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. 2003 DHDയും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള സമാധാന ഉടമ്പടിക്ക് ശേഷം ഗ്രൂപ്പ് കൂടുതൽ പൊട്ടിപ്പുറപ്പെടുകയും ബ്ലാക്ക് വിധവ എന്നറിയപ്പെടുന്ന ദിമ ഹലം ദൗഗ ദിമ ഹസാവോയിലെ ദിമാസ ജനങ്ങൾക്ക് വേണ്ടി ദിമാരാജി രാഷ്ട്രം സൃഷ്ടിക്കുക എന്നതാണ് കറുത്ത വിധവയുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചു. എന്നിരുന്നാലും അസമിലെ കച്ചാർ, കർബി ആംഗ്ലോങ്, നഗോൺ ജില്ലകളുടെ ഭാഗങ്ങളും നാഗാലാൻഡിലെ ദിമാപൂർ ജില്ലയുടെ ഭാഗങ്ങളും ഉൾപ്പെടുത്തുക എന്നതാണ് DHDയുടെ ലക്ഷ്യം. 2009 സംഘം DRPFനും ലോക പോലീസിനും കൂട്ടത്തോടെ കീഴടങ്ങി. 2009 സെപ്റ്റംബർ 12 193 കേഡറുകളും 13 171 പേരും കീഴടങ്ങി. ഇനി വരുന്നത് റിവൈവലിസം ഓഫ് കാസ്റ്റ് പൊളിറ്റിക്സ്, VP സിംഗ് ആൻഡ് മണ്ഡൽ കമ്മീഷൻ. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ കമ്മീഷൻ അല്ലെങ്കിൽ മണ്ഡൽ കമ്മീഷൻ ഇന്ത്യയിലെ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നവരെ തിരിച്ചറിയാൻ 1979 പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ കീഴിലുള്ള ജനതാ പാർട്ടി ഗവൺമെൻറ് ഇന്ത്യയിൽ സ്ഥാപിച്ചു. ജാതി വിവേചനം പരിഹരിക്കുന്നതിനായിട്ട് ജനങ്ങൾക്കുള്ള സംവരണത്തെക്കുറിച്ചുള്ള ചോദ്യം പരിഗണിക്കാൻ ഇന്ത്യൻ പാർലമെൻറ്റേറിയനായിട്ടുള്ള BP മണ്ഡലിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇത്. പിന്നോക്കാവസ്ഥ നിർണ്ണയിക്കാൻ 11 സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സൂചകങ്ങൾ ഉപയോഗിച്ചു. 1980 ഇന്ത്യയിലെ ജനസംഖ്യയുടെ 52% വരുന്ന ജാതി സാമൂഹിക സാമ്പത്തിക സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ, അതായത് OBCകൾ തിരിച്ചറിഞ്ഞ യുക്തിയുടെ അടിസ്ഥാനത്തിൽ അംഗങ്ങൾക്ക് 27% സംവരണം നൽകണമെന്ന് കമ്മീഷൻ റിപ്പോർട്ട് ശുപാർശ ചെയ്തു. കേന്ദ്ര സർക്കാരിൻ്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും കീഴിലുള്ള ജോലികൾ, അങ്ങനെ SC, ST, OBC എന്നിവർക്കുള്ള സംവരണങ്ങളുടെ എണ്ണം 49%. 1980 ഡിസംബറിൽ മണ്ഡൽ കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. അത് പിന്നോക്കാവസ്ഥയെ സൂചിപ്പിക്കുന്ന മാനദണ്ഡങ്ങൾ വിവരിച്ചു. അതിൻ്റെ നിരീക്ഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും വെളിച്ചത്തിൽ അതിൻ്റെ ശുപാർശകൾ പ്രസ്താവിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ജനതാ സർക്കാർ നിലംപതിച്ചു. ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും കീഴിലുള്ള താഴെ പറയുന്ന കോൺഗ്രസ് സർക്കാരുകൾ റിപ്പോർട്ടിൻ്റെ രാഷ്ട്രീയ വിവാദ സ്വഭാവം കാരണം നടപടിയെടുക്കാൻ തയ്യാറായില്ല. ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും കീഴിലുള്ള കോൺഗ്രസ് സർക്കാരുകൾ റിപ്പോർട്ടിൻ്റെ രാഷ്ട്രീയ വിവാദ സ്വഭാവം കാരണം നടപടിയെടുക്കാൻ തയ്യാറായില്ല. 10 വർഷത്തോളം അവഗണനയ്ക്ക് ശേഷം VPയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ ഫ്രണ്ട് സർക്കാർ റിപ്പോർട്ട് അംഗീകരിച്ചു. 1990 ഓഗസ്റ്റ് 7 നാഷണൽ ഫ്രണ്ട് ഗവൺമെൻറ് സർവീസുകളിലും ഗവൺമെൻറ് കേന്ദ്ര സർവീസുകളിലും പൊതുസ്ഥാപനങ്ങളിലും ജോലികൾക്കായി സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് 27% സംവരണം നൽകുമെന്ന് പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 13 സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. VP 2 ദിവസത്തിന് ശേഷം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഇത് നിയമപരമായി നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതേ വർഷം സെപ്റ്റംബറിൽ മണ്ഡൽ റിപ്പോർട്ട് ശുപാർശ നടപ്പിലാക്കുന്നതിനുള്ള സർക്കാർ ഉത്തരവിൻ്റെ ഭരണഘടനാപരമായ സാധുതയെ ചോദ്യം ചെയ്യുന്ന ഒരു കേസ് ഇന്ത്യൻ സുപ്രീം കോടതിയിൽ കൊണ്ടുവന്നു. ഈ കേസിലെ ഹർജിക്കാരിയായ ഇന്ദിര സാഹിനി ഉത്തരവിനെതിരെ 3 പ്രധാന വാദങ്ങൾ ഉന്നയിച്ചു. സംവരണം നീട്ടിയത് ഭരണഘടനാപരമായ തുല്യതയും അവസരവും ഉറപ്പു നൽകുന്നതിൻ്റെ ലംഘനമാണ്. പിന്നോക്കാവസ്ഥയായിരുന്നു ജാതി. പൊതുസ്ഥാപനങ്ങളുടെ കാര്യക്ഷമത അപകടത്തിലാണ് എന്നതിൻ്റെ വിശ്വസനീയമായ സൂചകമല്ല. കേസിൽ അന്തിമ തീർപ്പാകുന്നതുവരെ ഓഗസ്റ്റ് 13 സർക്കാർ ഉത്തരവിൻ്റെ പ്രവർത്തനത്തിന് സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ച് സ്റ്റേ നൽകി. 1992 നവംബർ 16 സുപ്രീം കോടതി അതിൻ്റെ വിധിയിൽ സർക്കാർ ഉത്തരവ് ശരിവെച്ചു. ജാതി പിന്നോക്കാവസ്ഥയുടെ സ്വീകാര്യമായ സൂചകമാണെന്ന അഭിപ്രായത്തിൽ ഒടുവിൽ 1992 കേന്ദ്ര സർക്കാർ സേവനങ്ങൾ നടപ്പിലാക്കി. കമ്മീഷൻ റിപ്പോർട്ട് നൽകി. ഒരു ദശാബ്ദത്തിന് ശേഷം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന VP സിംഗ് 1989 അതിൻ്റെ ശുപാർശകൾ നടപ്പിലാക്കാൻ ശ്രമിച്ചു. വിമർശനം രൂക്ഷമാവുകയും ഒരു ദശാബ്ദത്തിന് ശേഷം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന VP സിംഗ് 1989 അതിൻ്റെ ശുപാർശകൾ നടപ്പിലാക്കാൻ ശ്രമിച്ചു. വിമർശനം രൂക്ഷമാവുകയും രാജ്യത്തുടനീളമുള്ള കോളേജുകൾ ഇതിനെതിരെ വൻ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു.
1990 സെപ്റ്റംബർ 19 ഡൽഹി ദേശബന്ധു കോളേജ് വിദ്യാർത്ഥിയായ രാജീവ് ഗോസ്വാമി സർക്കാരിൻ്റെ നടപടികളിൽ പ്രതിഷേധിച്ച് സ്വയം തീകൊളുത്താൻ ശ്രമിച്ചു. 1990 സെപ്റ്റംബർ 19 ഡൽഹി ദേശബന്ധു കോളേജ് വിദ്യാർത്ഥിയായ രാജീവ് ഗോസ്വാമി സർക്കാരിൻ്റെ നടപടികളിൽ പ്രതിഷേധിച്ച് സ്വയം തീകൊളുത്താൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അദ്ദേഹത്തെ മണ്ഡല വിരുദ്ധ സമരത്തിൻ്റെ മുഖമാക്കി മാറ്റി. ഇത് അദ്ദേഹത്തെ പോലുള്ള മറ്റു ഉയർന്ന ജാതിയിലുള്ള കോളേജ് വിദ്യാർത്ഥികൾ സ്വയം തീകൊളുത്തി സർക്കാർ ജോലി ലഭിക്കുമെന്ന സ്വന്തം പ്രതീക്ഷകൾ ഇപ്പോൾ ഭീഷണിയിലാണ്. കൂടാതെ ഇന്ത്യയിലെ പിന്നോക്ക ജാതിക്കാർക്കുള്ള തൊഴിൽ സംവരണത്തിനെതിരെ ശക്തമായ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് അത് നയിച്ചു. മൊത്തത്തിൽ ഏകദേശം 200 വിദ്യാർത്ഥികൾ സ്വയം ആത്മഹത്യ ചെയ്തു. ഇതിൽ 62 വിദ്യാർത്ഥികൾ പൊള്ളലേറ്റു മരിച്ചു. 1990 സെപ്റ്റംബർ 24 സിംഗ് ചൗഹാൻ തീ കൊളുത്തി മരിച്ച ആദ്യത്തെ വിദ്യാർത്ഥി പ്രതിഷേധക്കാരനായിരുന്നു. ഉത്തരേന്ത്യയിലുടനീളം സാധാരണ ബിസിനസ് നിർത്തിവെച്ചത് സുരീന്ദർ ആയിരുന്നു. കടകൾ അടപ്പിച്ചു. സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നടന്നു. അവർ സർക്കാർ കെട്ടിടങ്ങൾ ആക്രമിക്കുകയും റാലികളും പ്രകടനങ്ങളും സംഘടിപ്പിക്കുകയും ചെയ്തു. പോലീസുമായി ഏറ്റുമുട്ടുകയും പ്രക്ഷോഭത്തിനിടെ 6 സംസ്ഥാനങ്ങളിലെ പോലീസ് വെടിവെപ്പിൽ 50-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഉത്തർപ്രദേശിലെ പർവ്വത പ്രദേശം ഇന്നത്തെ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശിൽ OBC സംവരണം നടപ്പിലാക്കിയതിന് ശേഷം ഒന്നിലധികം പ്രതിഷേധങ്ങൾ കണ്ടു. ഗവൺമെൻറ് ജോലി മാത്രമാണ് ഏക പോംവഴി എന്ന നിലയിൽ ഹിൽസിൽ മോശമായ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടായിരുന്നു. ഉത്തർപ്രദേശിലെ സമതലങ്ങളിൽ OBC ജനസംഖ്യയുടെ വലിയൊരു ഭാഗമാണെങ്കിലും കുന്നുകളിലെ ജനസംഖ്യാസ്ഥിതി തികച്ചും വ്യത്യസ്തമായിരുന്നു. ഹില്ലുകളിലെ ജനസംഖ്യ പ്രധാനമായും ഉയർന്ന ജാതി, SC, ST എന്നിവയായിരുന്നു. അവിടെ OBC സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും സ്കൂളുകൾ, കോളേജുകൾ, സർക്കാർ ജോലികൾ എന്നിവയിലെ 27% സീറ്റുകൾ ഇപ്പോൾ പ്ലെയിൻസിൽ നിന്നുള്ള ആളുകൾക്ക് ലഭിക്കുമെന്നതാണ് ഈ ഒരു നിയമം നടപ്പാക്കലിലൂടെ അർത്ഥമാക്കുന്നത്. ഇതോടുകൂടിയാണ് ഉത്തരാഖണ്ഡിൽ പ്രതിഷേധം ഉയർന്നു വന്നത്. അവരുടെ സംസ്ഥാന പദവി തീവ്രമാക്കാനുള്ള ഒരു കാരണവും ഇതുതന്നെയായിരുന്നു. ഇനി കമ്മ്യൂണലിസം ആൻഡ് വയലൻസ്. ഇന്ത്യയിലെ മതപരമായ അക്രമങ്ങളിൽ ഒരു മതഗ്രൂപ്പിൻ്റെ അനുയായികൾ മറ്റൊരു മതഗ്രൂപ്പിൻ്റെ അനുയായികൾക്കും സ്ഥാപനങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. പലപ്പോഴും കലാപത്തിൻ്റെ രൂപത്തിൽ ഇന്ത്യയിലെ മതപരമായ ആക്രമണങ്ങളിൽ പൊതുവെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും ക്രിസ്ത്യാനികളും ഉൾപ്പെട്ടിട്ടുണ്ട്. മതേതരവും മതപരവുമായുള്ള സഹിഷ്ണുതയുള്ളതാണ് ഇന്ത്യയുടെ ഭരണഘടന. സർക്കാർ ഉൾപ്പെടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ വിശാലമായ മതപ്രാതിനിധ്യം ഉണ്ടായിരുന്നിട്ടും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ തുടങ്ങിയ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഹിക്കുന്ന സജീവ പങ്ക് അടിസ്ഥാന തലത്തിലുള്ള പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളും സർക്കാരിതര സംഘടനകളും ഇടയ്ക്കിടെ ചിലപ്പോൾ ഗുരുതരമായ മതപരമായ അക്രമങ്ങളും ഉണ്ടാക്കാറുണ്ട്. കാരണം മതപരമായ അക്രമത്തിൻ്റെ മൂല കാരണങ്ങൾ പലപ്പോഴും ചരിത്രത്തിലും മതപരമായ പ്രവർത്തനങ്ങളിലും ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലും ആഴത്തിൽ വ്യാപിക്കുന്നുണ്ട്. 1992 ഡിസംബർ 6 ഹിന്ദു വർഗീയവാദികൾ അയോധ്യയിലെ ബാബരി മസ്ജിദ് തകർത്തതിനെ തുടർന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ കലാപം നടന്നു. പിന്നീട് അത് വർദ്ധിക്കുന്നതായിട്ട് കാണാൻ തുടങ്ങി. ഡൽഹി റയറ്റ്സ് ആൻഡ് ഗുജറാത്ത് കാർണേജ്. ഗോദ്ര ട്രെയിൻ കത്തിച്ച സംഭവത്തിൽ ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ തീവണ്ടിയുടെ വാതിലടിച്ച് ജീവനോടെ ചുട്ടുകൊന്നു. 2002 ഗുജറാത്ത് കൂട്ടക്കൊലയിൽ ആയിരക്കണക്കിന് ആളുകൾ, കൂടുതലും മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു. 2005 മെയ് 11 യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് സർക്കാർ UPA സർക്കാർ പാർലമെൻറ്റിന് നൽകിയ മരണസംഖ്യ അനുസരിച്ച് 790 മുസ്ലിങ്ങളും 284 ഹിന്ദുക്കളും കൊല്ലപ്പെടുകയും 2548 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2005 മെയ് 11 യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് അതായത് UPA സർക്കാർ പാർലമെൻറ്റിന് നൽകിയ മരണസംഖ്യ അനുസരിച്ച് 790 മുസ്ലിങ്ങളും 284 ഹിന്ദുക്കളും കൊല്ലപ്പെടുകയും 2548 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 223 പേരെ കാണാതായി. കലാപത്തിനിരയായ വിധവകളുടെ എണ്ണം 919 ആണെന്നും 606 കുട്ടികളെ അനാഥരായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അക്രമത്തിൽ 2000 പേർ കൊല്ലപ്പെട്ടതായി അനൗദ്യോഗിക വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അക്രമത്തെ തുടർന്ന് 10,000 കണക്കിന് ആളുകളെ വീടിനുള്ളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു.
ട്രെയിൻ കത്തിച്ചതിനെതിരെയുള്ള സ്വതസിദ്ധവും അനിയന്ത്രിതവുമായ പ്രതികരണമാണ് അക്രമം, കലാപമോ വർഗീയ സംഘർഷമോ ആണെന്നും ഗുജറാത്ത് സർക്കാർ പറയുന്നുണ്ട്. ഇത് വർഗീയ സംഘർഷമാണെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. 2020 ഫെബ്രുവരിയിലെ നോർത്ത് ഈസ്റ്റ് ഡൽഹി കലാപം 2020 ഫെബ്രുവരി 23 മുതൽ വടക്ക് കിഴക്കൻ ഡൽഹിയിൽ നടന്ന രക്തച്ചൊരിച്ചിലിൻ്റെയും സ്വത്ത് നശീകരണത്തിൻ്റെയും കലാപത്തിൻ്റെയും ഒന്നിലധികം തരംഗങ്ങളായിരുന്നു. പ്രധാനമായും ഹിന്ദു ജനക്കൂട്ടം മുസ്ലിങ്ങളെ ആക്രമിച്ചതാണ്. കൊല്ലപ്പെട്ട 53 പേരിൽ 2 മുസ്ലിങ്ങളാണ്. വെടിയേറ്റ് ആവർത്തിച്ചുള്ള പ്രഹരങ്ങൾ അല്ലെങ്കിൽ തീകൊളുത്തുക. മരിച്ചവരിൽ ഒരു പോലീസുകാരനും ഒരു ഇൻ്റലിജൻസ് ഓഫീസറും ഉണ്ടായിരുന്നു. 1 ഡസനിലധികം ഹിന്ദുക്കളും ഉൾപ്പെടുന്നുണ്ടായിരുന്നു. അക്രമം അവസാനിച്ച് ഒരാഴ്ചയിലേറെയായി. 100 കണക്കിന് മുറിവേറ്റവർ മതിയായ ജീവനക്കാരില്ലാത്ത മെഡിക്കൽ സൗകര്യങ്ങളിൽ കിടന്നുറങ്ങുകയും മൃതദേഹങ്ങൾ തുറന്ന ഓടകളിൽ കണ്ടെത്തുകയും ചെയ്തു. മാർച്ച് പകുതിയോടുകൂടി നിരവധി മുസ്ലിങ്ങളെ കാണാതായി. ഇനി ഡെവലപ്മെൻറ്റ് ആൻഡ് എക്കോളജി, വികസനവും പരിസ്ഥിതി ശാസ്ത്രവും. പാരിസ്ഥിതിക ആശങ്കകൾക്കെതിരെ നിരവധി വികസന പദ്ധതികളും ജലവൈദ്യുത പദ്ധതികളും ഉയർന്നു വന്നു. ജനങ്ങളുടെയും മറ്റ് ജീവജാലങ്ങളുടെയും സമാധാനപരമായ ജീവിതത്തെയും അവർ ഭീഷണിപ്പെടുത്തി. എന്നിരുന്നാലും ദശലക്ഷക്കണക്കിന് ആളുകളുടെ രാഷ്ട്രത്തിന് നൂറ്റാണ്ടുകളുടെ യൂറോപ്യൻ കൊളോണിയലിസത്താൽ നശിപ്പിക്കപ്പെട്ടതുകൊണ്ട് അതേ സാമൂഹിക സാമ്പത്തിക സാഹചര്യത്തിൽ ഇനി തുടരാനാവില്ല. ജനങ്ങളെ കൂടുതൽ മുന്നോട്ട് നയിക്കാൻ വലിയ പദ്ധതികൾ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലായി. ദേശീയ നേതൃത്വം രാജ്യത്തിൻ്റെ വെളിച്ചം മാറ്റുന്നതിനായി നിരവധി പദ്ധതികൾ തുടക്കമിട്ടു. ജലവൈദ്യുത പദ്ധതികൾ, ഘനവ്യവസ്ഥകൾ, റോഡ് നിർമ്മാണങ്ങൾ, യന്ത്രവൽക്കരണം തുടങ്ങിയവ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ അവയിൽ പലതും ചുറ്റുപാടിലെ ജീവിതത്തെ ബാധിച്ചു. അവരിൽ ചിലർ മുഴുവൻ പരിസ്ഥിതി വ്യവസ്ഥകളെയും വെല്ലുവിളിച്ചു. അങ്ങനെ ജനങ്ങൾ അവർക്കെതിരെ പ്രതിഷേധം ഉയർത്തുകയും പ്രക്ഷോഭം നടത്തുകയും ചെയ്തു. അങ്ങനെ നമുക്ക് വികസനം ആവശ്യമാണോ അതോ മാറ്റമില്ലാത്ത പരിസ്ഥിതി വ്യവസ്ഥയാണോ എന്ന ഒരു ചോദ്യം ഉയർന്നു. അങ്ങനെ സുസ്ഥിര വികസനം എന്ന ആശയം ഇടയ്ക്കിടെ ഉയർന്നു വന്നു. വാട്ടർ ഡിസ്പ്യൂട്ട്സിനെ കുറിച്ചാണ് നോക്കാനുള്ളത്. വളരെ കാലമായി രാജ്യങ്ങൾ ജലത്തിൻ്റെ നിയന്ത്രണത്തിനായി യുദ്ധത്തിന് പോകുമെന്ന് പരക്കെ ഊഹിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അന്താരാഷ്ട്ര നദികൾ പോലുള്ള രാജ്യങ്ങൾ തമ്മിൽ പങ്കിടുന്ന അന്തർ സംസ്ഥാന നദീജലത്തിൻ്റെ പേരിൽ കാലാകാലങ്ങളിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഇത്തരം ശത്രുക്കളുടെ ന്യായമായ പങ്ക്, ഇതെല്ലാം ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഇന്ത്യക്ക് ഒരു ഫെഡറൽ രാഷ്ട്രീയ സജ്ജീകരണം ഉള്ളതിനാൽ രാജ്യത്തെ തുടർന്നുള്ള തർക്കങ്ങൾ മനസ്സിലാക്കുന്നതിൽ കേന്ദ്ര സർക്കാരും ഉൾപ്പെട്ടു. കേന്ദ്ര സർക്കാരും സംസ്ഥാന ഗവൺമെൻറ്റുകളും സ്വീകരിക്കുന്ന സമീപനം വളരെ നിർണായകമാണ്. കർണാടകവും തമിഴ്നാടും തമ്മിലുള്ള കാവേരി നദീജല തർക്കം, രവി ബിയാസ് നദീജല തർക്കം, കൃഷ്ണ നദീതര സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പോരാട്ടം എന്നിവ ഇന്ത്യയുടെ നദീജല ഭരണത്തിന് വലിയ ഫെഡറൽ വെല്ലുവിളി ഉയർത്തുന്ന പ്രധാന ശത്രുതയ്ക്കുള്ള ഉദാഹരണങ്ങളാണ്. ഇനി സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ കോൺഷ്യസ്നസ് മൂവ്മെൻറ്റ്സ്. ആളുകളോ കമ്പനികളോ സർക്കാരുകളോ ഒരു പ്രകൃതി പരിസ്ഥിതിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ അംഗീകാരം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പ്രകടനങ്ങളാണ് പരിസ്ഥിതി പ്രതിഷേധങ്ങൾ. പരിസ്ഥിതി പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തടയുന്നതിനോ പരിഹരിക്കുന്നതിനോ ഉള്ള നടപടികൾ വേഗത്തിലാക്കുന്നതിനുമാണ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഭരണകൂടത്തിൻ്റെയോ സ്ഥാപനങ്ങളുടെയോ വ്യക്തികളുടെയോ ചില വികസന നയങ്ങളാൽ ബാധിതരായ ജനങ്ങളുടെ ആശങ്കകളും ഉത്കണ്ഠകളും അടയാളപ്പെടുത്താനാണ് മിക്ക പാരിസ്ഥിതിക പ്രതിഷേധങ്ങളും ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പുതുതായി വന്ന ചില സംരംഭങ്ങളെ അംഗീകരിക്കാൻ കഴിയാത്ത ചില വിഭാഗക്കാരുടെ കഴിവില്ലായ്മയിൽ നിന്നാണ് ചില പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നെന്ന ആരോപണവും ചില പണ്ഡിതന്മാർക്കുണ്ട്. എന്നിരുന്നാലും പൊതുവെ പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നത് സ്വാഭാവിക പരിസ്ഥിതിക്കും ജീവിത ഇടങ്ങൾക്കും അപകടകരമായ ചില പുതിയ സംരംഭങ്ങളാൽ ബാധിക്കപ്പെട്ട ജനങ്ങളുടെ ഉത്കണ്ഠയിൽ നിന്നാണ്. പ്രത്യേകിച്ച് 1970-കൾക്ക് ശേഷം ഇന്ത്യയിൽ ധാരാളം പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. വ്യത്യസ്ത സമരങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ, പ്രാദേശിക വിഷയങ്ങളിൽ സ്വതന്ത്രമായ പ്രതികരണങ്ങളുടെ പരമ്പരയിൽ നിന്നാണ് ഈ പ്രസ്ഥാനങ്ങൾ വളർന്നത്. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവം രാജ്യത്തിൻ്റെ ഏതെങ്കിലും പ്രത്യേക ഭാഗത്ത് പരിമിതപ്പെടുത്തിയിട്ടില്ല. ഇനി ചിപ്കോ മൂവ്മെൻറ്റ്. ഇന്ത്യയിലെ അറിയപ്പെടുന്ന പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ചിപ്കോ മൂവ്മെൻറ്റ്.
മധ്യ പടിഞ്ഞാറൻ ഹിമാലയത്തിലെ അളകനന്ദ വൃഷ്ടി പ്രദേശത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ലോക ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു പ്രസ്ഥാനമാണിത്. ഹിമാലയൻ വനങ്ങളെ നാശങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ആരംഭിച്ച ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ വേരുകൾ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലത്താണ്. 1950 അതിർത്തി സുരക്ഷയുടെ വീക്ഷണകോണിൽ ഈ പ്രദേശത്ത് മറ്റ് വിവിധ തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുക്കുന്നതിനൊപ്പം റോഡുകളുടെ ഒരു വലിയ ശൃംഖലയും നിർമ്മിച്ചു. ഇതെല്ലാം വനങ്ങൾക്കും പരിസ്ഥിതിക്കും വിനാശകരമായിരുന്നു. കൂടാതെ മരങ്ങൾ വെട്ടിമുറിച്ചും കുന്നുകൾ താഴേക്ക് ഉരുട്ടിയുമൊക്കെ മുകളിലെ മണ്ണ് അയഞ്ഞു. മഴക്കാലത്ത് കൂടുതൽ മണ്ണൊലിഞ്ഞു. ഇതിൻ്റെ ഫലമായി 1970 ജൂലൈയിൽ അളകനന്ദയിൽ വിനാശകരമായ വെള്ളപ്പൊക്കമുണ്ടായി. ഇത് മുകൾ ഭാഗത്ത് നാശമുണ്ടാക്കി. വൃഷ്ടിപ്രദേശം നാശമുണ്ടാക്കി. 1970കളിലെ വെള്ളപ്പൊക്ക സമയത്ത് ഉത്തരാഖണ്ഡിലെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ദശോലി ഗ്രാമ സ്വരാജ്യ മണ്ഡലം ഇവിടെയാണ്. കാടും ഭൂമിയും കാടും മനുഷ്യനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് മണ്ഡലത്തിലെ സന്നദ്ധ പ്രവർത്തകർ തിരിച്ചറിഞ്ഞു. പിന്നീട് മലഞ്ചെരിവുകളിലെ വനനശീകരണത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ തുടങ്ങി. ക്രമേണ അവർ സ്വയം ഒരു പ്രസ്ഥാനത്തിലേക്ക് നീങ്ങി. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ചെയ്തതുപോലെ തടി ട്രക്കുകൾക്ക് മുന്നിൽ കിടന്നും റെസിൻ, തടി ഡിപ്പോകൾ എന്നിവ കത്തിച്ചും ഈ അപകടകരമായ പ്രവർത്തനത്തിനെതിരെ പോരാടാൻ DGSM സന്നദ്ധ പ്രവർത്തകർ തീരുമാനിച്ചു. ഈ രീതികൾ തൃപ്തികരമല്ലെന്ന് കണ്ടെത്തിയപ്പോൾ നേതാക്കളിൽ ഒരാളായിട്ടുള്ള ചണ്ഡി പ്രസാദ് ഭട്ട് മരങ്ങൾ മുറിക്കാതിരിക്കാൻ മരങ്ങളെ ആലിംഗനം ചെയ്യാൻ നിർദ്ദേശിച്ചു. അതിൻ്റെ വിജയത്തോടെ പ്രസ്ഥാനം മറ്റ് സമീപ പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു. തുടർന്ന് ഈ പ്രസ്ഥാനം അന്താരാഷ്ട്ര തലത്തിൽ ചിപ്കോ പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെട്ടു. പ്രസ്ഥാനത്തിൻ്റെ പേര്, അതായത് ചിപ്കോ, ഹിന്ദിയിലെ ആലിംഗനം എന്ന വാക്കിൽ നിന്നാണ് വന്നത്. വനത്തിലെ മരങ്ങൾ കരാറുകൾ എടുത്ത് വെട്ടിമാറ്റാതിരിക്കാൻ ഗ്രാമവാസികൾ ആലിംഗനം ചെയ്യണമെന്ന് പറയപ്പെടുന്നു. 1973 ഏപ്രിൽ 1 മണ്ഡലത്തിൽ നടന്ന ഒരു യോഗത്തിൽ ചാന്ദി പ്രസാദ് ഭട്ട് മരങ്ങൾ മുറിക്കുന്നതിനെ ചെറുക്കാൻ മരങ്ങളെ ആലിംഗനം ചെയ്യുക എന്ന തന്ത്രം ആലോചിച്ചു. അഹിംസാത്മകമായിട്ടുള്ള ചിപ്കോ എന്ന പേര് ഉരുത്തിരിഞ്ഞു വന്നത് ഇതോടുകൂടിയാണ്. ചിപ്കോ പ്രസ്ഥാനത്തിന് 6 ആവശ്യങ്ങളുണ്ടായിരുന്നു. അവയിൽ ഒന്ന്, വാണിജ്യാടിസ്ഥാനത്തിൽ മരം മുറിക്കുന്നത് പൂർണ്ണമായും നിർത്തലാക്കുക. ബാക്കി ജനങ്ങളുടെ മിനിമം അവകാശങ്ങളുടെ പുനഃസംഘടന നടക്കണം. ജനപങ്കാളിത്തത്തോടെയും വൃക്ഷകൃഷി വർദ്ധിപ്പിച്ചും വരണ്ട വനം ഹരിതാപമാക്കണം. വനങ്ങളെ നിയന്ത്രിക്കാൻ വില്ലേജ് കമ്മിറ്റികൾ രൂപീകരിക്കണം. വനവുമായി ബന്ധപ്പെട്ട ഗാർഹിക വ്യവസ്ഥകൾ വികസിപ്പിക്കുകയും അതിലുള്ള അസംസ്കൃത വസ്തുക്കളും പണവും സാങ്കേതിക വിദ്യയും ലഭ്യമാക്കുകയും വേണം. പ്രാദേശിക സാഹചര്യങ്ങളെയും ആവശ്യകതകളെയും അടിസ്ഥാനമാക്കി വനവൽക്കരണത്തിൽ പ്രാദേശിക ജനങ്ങൾക്ക് മുൻഗണന നൽകണം. ഇനി നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഇന്ത്യയുടെ പാരിസ്ഥിതിക ചരിത്രത്തിലെ ഏറ്റവും ജനകീയമായ പ്രസ്ഥാനമാണ് നർമ്മദ നദീതട പദ്ധതിക്കെതിരെയുള്ള പ്രസ്ഥാനം. ഇന്ത്യൻ ഉപദ്വീപിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. അതിൻ്റെ 1312 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിലൂടെ അറബിക്കടലിലേക്ക് വനങ്ങളുള്ള കുന്നുകൾ, സമ്പന്നമായ കാർഷിക സമതലങ്ങൾ, ഇടുങ്ങിയ പാറകൾ നിറഞ്ഞ മലയിടുക്കുകൾ എന്നിവയിലൂടെ തുടർച്ചയായ വെള്ളച്ചാട്ടത്തിലൂടെ കടന്നുപോകുന്നു. 21 ദശലക്ഷത്തിലധികം ആളുകൾ താഴ്വരയിൽ താമസിക്കുന്നു. കൂടുതലും ഗ്രാമങ്ങളിൽ ബീൽസ്, ഗോണ്ടുകൾ തുടങ്ങിയ നിരവധി ഗോത്രവർഗ വിഭാഗങ്ങൾ കാട് മൂടിയ ഉയർന്ന പ്രദേശങ്ങൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ ജലവൈദ്യുത പദ്ധതികളിലൊന്നാണ് നർമ്മദ താഴ്വര. നർമ്മദ നദി വികസന പദ്ധതി, അതിൽ 30 വലിയ അണക്കെട്ടുകളും നിരവധി ചെറുകിട അണക്കെട്ടുകളും നദിയിലും അതിൻ്റെ 51 പ്രധാന പോഷക നദികളിലും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു പദ്ധതി താഴ്വരയെയും അതിലെ നിവാസികളുടെ ജീവിതത്തെയും മറികടക്കുകയും ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവയിലുള്ള ഭക്ഷ്യോൽപാദനവും ജലവൈദ്യുത ഉൽപാദനവും വർദ്ധിപ്പിക്കുകയും ചെയ്തു. അണക്കെട്ടുകളുടെയും ജലസംഭരണികളുടെയും നിർമ്മാണം ഏകദേശം 1 ദശലക്ഷം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുമെന്നും 3,50,000 ഹെക്ടർ വനഭൂമിയും 2 ലക്ഷം ഹെക്ടർ കൃഷിഭൂമിയും വെള്ളത്തിനടിയിലാവുമെന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. 1970കളുടെ അവസാനത്തിലാണ് നർമ്മദ പ്രസ്ഥാനം ആരംഭിച്ചത്. നിലവിൽ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാക്കൾ മേധാ പട്കറെ പോലുള്ളവർ അണക്കെട്ട് മാറ്റിപ്പാർപ്പിക്കപ്പെട്ടവർക്ക് ശരിയായ പുനരധിവാസ പരിപാടികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. സംസ്ഥാനത്തിൻ്റെ പുനരധിവാസ പദ്ധതികൾ
പദ്ധതികൾ അനുചിതമായി ഉചിതമായിട്ട് നടപ്പാക്കാത്തതിനാൽ മനുഷ്യാവകാശ പ്രവർത്തകർ അണക്കെട്ട് വിരുദ്ധ സമരത്തിന് ശ്രമിച്ചു. അവരുടെ ആവശ്യങ്ങളിൽ അണക്കെട്ട് പൂർണ്ണമായും നിർത്തുക, കുടിയെടുപ്പുകാർക്കുള്ള പുനരധിവാസ ആനുകൂല്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുക എന്നിവയായിരുന്നു. കുടിയിറക്കപ്പെട്ട ആളുകളെ അണിനിരത്തിയും സംഘടിപ്പിക്കപ്പെട്ടു. ബാബ ആംതെയെ പോലുള്ള പ്രമുഖ സാമൂഹിക പ്രവർത്തകരെ അണിനിരത്തുകയും ചെയ്തുകൊണ്ട് ഈ പ്രസ്ഥാനം കൂടുതൽ ജനശ്രദ്ധ നേടി. സുന്ദർലാൽ ബഹുഗുണയും മേധാ പട്കറും 3 സംസ്ഥാനങ്ങളിൽ അതിൻ്റെ കവറേജ് കാരണം അതിൻ്റെ വിശാലമായ ജനസാന്ദ്രത ഉണ്ടെങ്കിലും ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായുള്ള സവിശേഷത എന്ന് പറഞ്ഞാൽ അതിന് ലഭിച്ച അന്താരാഷ്ട്ര പിന്തുണയാണ്. നർമ്മദാ ബച്ചാവോ ആന്തോളൻ പ്രതിഷേധങ്ങൾക്കായി നിരവധി വ്യവഹാരങ്ങൾ ഉപയോഗിച്ചു. കുടിയേറ്റ അപകടങ്ങളും പുനരധിവാസ വ്യവസ്ഥകളും, പരിസ്ഥിതി ആഘാതം, സുസ്ഥിര പ്രശ്നങ്ങൾ, പദ്ധതിയുടെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ, നിർബന്ധ കുടിയൊഴിപ്പിക്കലും പൗരാവകാശ ലംഘനങ്ങളും, നദീതട ആസൂത്രണവും പരിപാലനവും സംബന്ധിച്ച പ്രശ്നങ്ങൾ, പാശ്ചാത്യ വളർച്ചാ മാതൃകയുടെ പ്രത്യാഘാതങ്ങൾ, ബദൽ വികസനം, മറ്റു പലതിലും ഉചിതമായ സാങ്കേതികവിദ്യയുടെ രീതികൾ, ജലസമർപ്പൻ, റാംസാർ റോക്കോ, ഗാവ് ബന്ദ് പ്രകടനങ്ങളും റാലികളും, നിരാഹാര സമരങ്ങളും ഉപരോധങ്ങളും തുടങ്ങി വിവിധ പ്രതിഷേധ ഉപകരണങ്ങൾ ഈ പ്രസ്ഥാനം ഉപയോഗിക്കുന്നുണ്ട്. ഇനി ദലിത് ട്രൈബൽ മൂവ്മെൻറ്റ്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജാതി ഒരു പ്രധാന നിർണായക ഘടകമായി മാറി. എന്നാൽ 1980 വരെ ദലിത് പ്രശ്നം വികസനത്തിൻ്റെ ദേശീയ അജണ്ടയ്ക്കുള്ളിൽ തന്നെ തുടർന്നു. ഇന്ത്യൻ ഭരണഘടന സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നിവയുടെ മൂല്യങ്ങൾ സ്ഥാപിക്കുകയും തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുകയും ചെയ്തു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദലിതർക്കും ആദിവാസികൾക്കുമെതിരായ ഭീകരമായിട്ടുള്ള അതിക്രമണങ്ങൾ നടന്നിരുന്നു. ഖൈർലാഞ്ചി, കബേൽവാഡ, ദുലിന, ഭഗാന എന്നിവിടങ്ങളിൽ ദലിത് സ്ത്രീകളെ കത്തിച്ചും കൊലപ്പെടുത്തിയും ബലാത്സംഗം ചെയ്തും ശിക്ഷയെ ഭയക്കാതെ ദലിതർക്കെതിരെ അതിക്രമങ്ങൾ നടന്നു. ഇത്തരം ക്രൂരമായ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ 1972 മഹാരാഷ്ട്രയിൽ ദലിത് പാന്തേഴ്സ് ഉയർന്നു വന്നു. ആഫ്രിക്കൻ അമേരിക്കക്കാരുടെ ബ്ലാക്ക് പാന്തേഴ്സിൽ നിന്നാണ് ഈ ഒരു പേര് കടമെടുത്തത്. അതിശൂദ്രർക്കെതിരെ അതിക്രമം കാട്ടിയ ജാതി ഹിന്ദു കർഷകർക്കെതിരെ പ്രതീകാത്മകമായ തലത്തിൽ അവർ 2 യുദ്ധങ്ങൾ നടത്തി. ഈ പ്രസ്ഥാനത്തെ നയിച്ചത് നംദിയോ ദസാൽ, രാജാ ദാലെ, ജെ.വി. പവാർ, അരുൺ കാംബ്ലെ തുടങ്ങിയ ബുദ്ധിജീവികളും കവികളും എഴുത്തുകാരുമായിരുന്നു. അവർ വിദ്രോഹി പോലുള്ള മാസികകളിൽ പ്രസിദ്ധീകരിച്ച പ്രതിഷ്ഠാപന കവിത ദളിതർക്കെതിരായിട്ടുള്ള അടിച്ചമർത്തലുകളെക്കുറിച്ചും മാറ്റത്തിനായുള്ള അവരുടെ വിപ്ലവ പോരാട്ടത്തെക്കുറിച്ചും ശക്തമായ വിവരങ്ങൾ നൽകി. ജാതി സംഘടനകളുടെ ആവിർഭാവമാണ് മറ്റൊരു പ്രധാന വഴിത്തിരിവ്. ഇന്ത്യയെപ്പോലുള്ള ഒരു പരമ്പരാഗത സമൂഹത്തിൽ ആധുനികതയുടെ ഏജന്റുമാരായാണ് പലരും ജാതി അസോസിയേഷനുകളെ കാണുന്നത്. ജാതി രാഷ്ട്രീയ ഇടപെടലുകളുടെ അനന്തരഫലങ്ങൾ പ്രസ്താവിച്ചതിന് വിപരീതമാണെന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കാസ്റ്റൈൻ രജനി കോത്താരി വാദിച്ചു. രാഷ്ട്രീയമല്ല ജാതിയെ ഏറ്റവും ശക്തമായ പദവിയിൽ നിന്ന് പുറത്താക്കുന്നത്, ജാതിയാണ് രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നത്. കൂടാതെ 1980 ബാംസ സ്ഥാപിച്ച കാൻഷി റാഹിമിൻ്റെ ശിക്ഷണത്തിൽ സ്വതന്ത്ര ദളിത് സംഘടനകളുടെ ആവിർഭാവത്തെ അടയാളപ്പെടുത്തി. ഇതിനുശേഷം കാൻഷി റാം ഒരു ഗുണപരമായ കുതിച്ചുചാട്ടം നടത്തുകയും 1981 ദളിത് ശോഷിത് സമാജ് സംഘർഷ സമിതി സ്ഥാപിക്കുകയും ചെയ്തു. 10 ചിറകുകളും ആകർഷകമായ മുദ്രാവാക്യങ്ങളും ഉയർത്തി അദ്ദേഹം പ്രചാരണം നടത്തി. 3 വർഷത്തിനുള്ളിൽ 1984 അംബേദ്കറുടെ ജന്മദിനത്തിൽ ആരംഭിച്ച ബഹുജൻ സമാജ് പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സമ്പൂർണ്ണ രാഷ്ട്രീയ പാർട്ടിയായിട്ട് DS4 രൂപാന്തരപ്പെട്ടു. ബഹുജൻ എന്ന പദത്തിന് ഊന്നൽ നൽകി ദളിത് ശൂദ്ര ഐക്യം സ്ഥാപിക്കാൻ BSP ശ്രമിച്ചു. ആനന്ദ് തെൽതുംഡയുടെ അഭിപ്രായത്തിൽ അംബേദ്കറുമായുള്ള കാൻഷി റാമിൻ്റെ താരതമ്യം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. എന്നാൽ അംബേദ്കറേറ്റ് ദളിത് പ്രസ്ഥാനത്തിന് ശേഷമുള്ള ഏറ്റവും ശക്തനും സർഗാത്മകവുമായുള്ള നേതാവായിട്ട് കാൻഷി റാം ഉയർന്നു വന്നു. എന്നാൽ അംബേദ്കർ പ്രതിമകൾ സ്ഥാപിക്കുകയും പെരിയാർ മേളകൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ഇതോടൊപ്പം പെരിയാറിൻ്റെ രാമായണം ഒരു യഥാർത്ഥ വായന പ്രോത്സാഹിപ്പിച്ചു. ഇത് ഉത്തർപ്രദേശിൽ 1969 മുതൽ നിരോധിച്ചു. ബാമ, ഇമയം, അലക്കിയ, പെരിയാരം, പുനിയ പന്തിയൻ, കാഞ്ച ഇല്ലയ,
തുടങ്ങിയ പ്രമുഖ പണ്ഡിതരുടെ ഡി അലിത് രചനകളുടെ സാഹിത്യ പ്രസ്ഥാനം ദലിത് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി. ദലിത് പ്രസ്ഥാനത്തെ ഒരു നിശ്ചിത കാലയളവിൽ പരിമിതപ്പെടുത്താനാവില്ല. ജാതി വ്യവസ്ഥയുടെ ഉന്മൂലനം വരെ തുടർന്നുള്ള ഒരു തുടർച്ചയായിട്ടുള്ള വിപ്ലവമാണിത്. ജാതി വ്യവസ്ഥ വിവിധ രീതിയിൽ മാത്രമേ പ്രകടമായിട്ടുള്ളൂ. എന്നാൽ അതിൽ താഴ്ന്ന ജാതികളോടുള്ള അതേ ശത്രുതാപരമായ മനോഭാവം ഉണ്ടായിരുന്നു. അതിനാൽ മനുഷ്യാവകാശങ്ങളും വികസനവും രാഷ്ട്രത്തിലുടനീളമുള്ള വ്യവഹാരങ്ങളായിരുന്ന സമകാലിക കാലത്ത് ദലിത് പ്രസ്ഥാനത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. ഇനി ഇഷ്യൂസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനാ റിപ്പബ്ലിക് എന്ന പദവി ഉണ്ടായിരുന്നിട്ടും രാജ്യത്തിലെ വലിയ വലിപ്പവും ജനസംഖ്യവും വ്യാപകമായ ദാരിദ്ര്യം, ശരിയായ വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം, വൈവിധ്യമാർന്ന സംസ്കാരം എന്നിവയാൽ സങ്കീർണമായുള്ള പ്രശ്നങ്ങളാണ് ഇന്ത്യ അഭിമുഖീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടന മതസ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള മൗലികാവകാശങ്ങൾ നൽകുന്നുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം, എക്സിക്യൂട്ടീവിൻ്റെയും ജുഡീഷ്യറിയുടെയും വേർതിരിവിനും രാജ്യത്തിനകത്തും വിദേശത്തും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനും വ്യവസ്ഥകൾ നൽകുന്നുണ്ട്. രാജ്യത്തിന് സ്വതന്ത്രമായ ഒരു ജുഡീഷ്യറിയും മനുഷ്യാവകാശ പ്രശ്നങ്ങൾ പരിശോധിക്കാനുള്ള ബോഡികളുമുണ്ട്. 2016 ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ റിപ്പോർട്ട് മേൽപ്പറഞ്ഞ സൗകര്യങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിലും ഇന്ത്യക്ക് ഗുരുതരമായ മനുഷ്യാവകാശ ആശങ്കകളുണ്ടെന്ന് പ്രസ്താവിക്കുന്നുണ്ട്. സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ പീഡനം നേരിടുന്നതായിട്ടും സർക്കാർ വിമർശകർ ഭീഷണിപ്പെടുത്തലും നിയമ നടപടികളും നേരിടുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം ആക്രമിക്കപ്പെട്ടു. 2002 മുതൽ 2008 വരെ പ്രതിദിനം 4 പേര് പോലീസ് കസ്റ്റഡിയിലിരിക്കെ മരിച്ചതായിട്ട് ഏഷ്യൻ സെന്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് കണക്കാക്കുന്നുണ്ട്. 100 കണക്കിന് മരണങ്ങൾ പോലീസ് പീഡനം മൂലമാണ് നടന്നത്. പഞ്ചാബിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എഴുതിയ ഒരു റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തെ 50% പോലീസ് ഉദ്യോഗസ്ഥരും തടവുകാരെ ശാരീരികമോ മാനസികമോ ആയ പീഡനം നടത്തിയിട്ടുണ്ട്. ശുചീകരണത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ വെള്ളത്തിൻ്റെയോ അഭാവം പോലുള്ള പീഡനങ്ങളുടെ സംഭവങ്ങൾ പശ്ചിമ ബംഗാളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2019 ഇന്ത്യയിൽ 1731 കസ്റ്റഡി മരണങ്ങൾ രേഖപ്പെടുത്തിയതായിട്ട് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായിട്ടുള്ള നാഷണൽ ക്യാമ്പയിൻ എഗെയിൻസ്റ്റ് ടോർച്ചർ ഇതിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇരകൾ കൂടുതലും ദുർബലരായിട്ടുള്ള സമുദായങ്ങൾ, ദലിതുകൾ, മുസ്ലിങ്ങൾ, ആദിവാസികൾ എന്നിവരിൽ നിന്നുള്ളവരാണ്. 2019-20 വരെയുള്ള 10 വർഷത്തെ കാലയളവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പ്രതിവർഷം ശരാശരി 139 പോലീസ് കസ്റ്റഡി കേസുകളും 1576 ജുഡീഷ്യൽ കസ്റ്റഡി കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2019-20 വരെയുള്ള 8 വർഷങ്ങളിൽ ഓരോ വർഷവും 1500-ലധികം ജുഡീഷ്യൽ കസ്റ്റഡി മരണങ്ങൾ NHRC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി റൈറ്റ് ടു ഇൻഫോർമേഷൻ. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഒരു നിയമമാണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ. അത് പൗരന്മാരുടെ വിവരാവകാശത്തെ സംബന്ധിച്ച നിയമങ്ങളും നടപടിക്രമങ്ങളും ഉൾക്കൊള്ളുന്നു. 2002 വിവരാവകാശ നിയമത്തിന് പകരം ഇത് നിലവിൽ വന്നു. വിവരാവകാശ നിയമത്തിൻ്റെ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യയിലെ ഏതൊരു പൗരനും ഗവൺമെൻറ് ഒരു ബോഡിയിൽ നിന്ന് വിവരങ്ങൾ അഭ്യർത്ഥിക്കാം. അത് വേഗത്തിൽ മറുപടി നൽകേണ്ടതുണ്ട്. 30 ദിവസം ഹർജിക്കാരൻ്റെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ച വിഷയമാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. ഈ നിയമം എല്ലാ പൊതു അധികാരികളും തങ്ങളുടെ രേഖകൾ കമ്പ്യൂട്ടർവൽക്കരിക്കണമെന്നും ചില വിഭാഗങ്ങളുടെ വിവരങ്ങൾ മുൻകൂട്ടി പ്രസിദ്ധീകരിക്കണമെന്നും നിയമം ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാ പൊതു അധികാരികളുടെയും പ്രവർത്തനങ്ങളുടെ സുതാര്യതയും ഉത്തരവാദിത്തവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി പൊതു അധികാരികളുടെ നിയന്ത്രണത്തിൽ വിവരങ്ങൾ സംരക്ഷിതമാക്കുന്നതിന് പൗരന്മാർക്ക് വിവരാവകാശത്തിൻ്റെ പ്രായോഗിക വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിനുള്ള ഒരു നിയമമാണിത് എന്ന് ഈ ആക്ട് പറയുന്നുണ്ട്. ഒരു കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെയും സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകളുടെയും ഭരണഘടനയും അതുമായി ബന്ധപ്പെട്ടതോ ആകസ്മികമായതോ ആയ കാര്യങ്ങൾക്ക് വിവരാവകാശ ബില്ല് 2005 ജൂൺ 15 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കി. 2005 ഒക്ടോബർ 12 മുതൽ പ്രാബല്യത്തിൽ വന്നു.
വിവരാവകാശ ബിൽ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 19A പ്രകാരമുള്ള ആർട്ടിക്കിൾ 19(1)A പ്രകാരമുള്ള പ്രസംഗവും ഭരണഘടന ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ പ്രകാരം ജീവിക്കാനുള്ള അവകാശവും വ്യക്തിപരമായുള്ള അവകാശവും ഇതിൽ ഉൾപ്പെടുന്നു. വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരികളെ പൊതു അധികാരികൾ എന്ന് പറയുന്നു. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ പൊതു അധികാരികളിലെ ആദ്യ അപ്പീൽ അതോറിറ്റി അപേക്ഷയിലും അപ്പീലിലും യഥാക്രമം തീരുമാനമെടുക്കുന്നതിനുള്ള അർദ്ധ ജുഡീഷ്യൽ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ സംസാര സ്വാതന്ത്ര്യം എന്ന മൗലികാവകാശം ഏകീകരിക്കുന്നതിലാണ് ഈ നിയമം നടപ്പിലാക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള സംസാരത്തിനും അഭിപ്രായ പ്രകടനത്തിനുമുള്ള അവകാശങ്ങളിൽ വിവരാവകാശ നിയമം ഉൾക്കൊണ്ടിരിക്കുന്നതിനാൽ അത് പരോക്ഷമായ മൗലിക അവകാശമാണ്. ഇനി ഫുഡ് സേഫ്റ്റി ബില്ല് 2013 ഭക്ഷണത്തിനുള്ള അവകാശ നിയമം നിലവിൽ 2013 ഭക്ഷണത്തിനുള്ള അവകാശ നിയമം ഒരു ഇന്ത്യൻ പാർലമെന്റ് നിയമം രൂപം കൊണ്ടു. ഇത് രാജ്യത്തെ 1.2 ബില്യൺ ജനങ്ങളിൽ ഏകദേശം 2/3 പേർക്ക് ഭക്ഷ്യധാന്യങ്ങൾക്ക് സബ്സിഡി നൽകുന്നു. 2013 ജൂലൈ 5 മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നെങ്കിലും 2013 സെപ്റ്റംബർ 19 ഇത് നിയമപരമായിട്ട് ഒപ്പുവെച്ചു. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 ഇന്ത്യ ഗവൺമെൻറ് നിലവിലുള്ള ഭക്ഷ്യസുരക്ഷാ പരിപാടികൾക്കുള്ള നിയമപരമായുള്ള അവകാശങ്ങളാക്കി മാറ്റുന്നു. ഉച്ചഭക്ഷണ പദ്ധതി, സംയോജിത ശിശു വികസന സേവനങ്ങൾ, പൊതുവിതരണ സംവിധാനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്നതിൽ നിന്നും പൂർത്തിയാക്കുന്നതിൽ നിന്നും അവനെ അല്ലെങ്കിൽ അവളെ തടഞ്ഞേക്കാം. കൂടാതെ NFSA പ്രസവാവധിക്കുള്ള അവകാശങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതായത് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രസവാവധിക്കുള്ള അവകാശങ്ങൾ അംഗീകരിക്കുന്നു. ഉച്ചഭക്ഷണ പദ്ധതികളും സംയോജിത ശിശു വികസന സേവന പദ്ധതിയും പ്രകൃതിയിൽ സാർവത്രികമാണ്. അതേസമയം PDS ജനസംഖ്യയുടെ 3/2 ഭാഗങ്ങളിലും ഗ്രാമീണ പ്രദേശങ്ങളിൽ 73%, നഗരപ്രദേശങ്ങളിൽ 50% എത്തും. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, ചില വിഭാഗത്തിലുള്ള കുട്ടികൾ എന്നിവർക്ക് ദിവസേന സൗജന്യ ധാന്യങ്ങൾക്ക് അർഹതയുണ്ട്. ഈ ഒരു ബില്ല് ഏറെ വിവാദമായിരുന്നു. ഇത് 2011 ഡിസംബർ 22 ഇന്ത്യയുടെ പാർലമെന്റ് അവതരിപ്പിച്ചു. 2013 ജൂലൈ 5 രാഷ്ട്രപതിയുടെ ഓർഡിനൻസായി പ്രഖ്യാപിക്കുകയും 2013 സെപ്റ്റംബർ 12 നിയമമാക്കുകയും ചെയ്തു. ബില്ലിലെ വ്യവസ്ഥകൾ പ്രകാരം PDSന്റെ ഗുണഭോക്താക്കൾക്ക് 5 കിലോഗ്രാം അതായത് 5 കിലോഗ്രാം അരി ലഭിക്കും. ഒരു വ്യക്തിക്ക് പ്രതിമാസം ധാന്യങ്ങൾ ഇനി പറയുന്ന വിലയിൽ കൊടുക്കണം. കിലോയ്ക്ക് 3 രൂപ. ആർട്ടിക്കിൾ 23A പ്രകാരം ഇന്ത്യയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യവുമായുള്ള വിദ്യാഭ്യാസം നൽകണം. 2010 ഏപ്രിൽ 1 ഈ നിയമം പ്രാബല്യത്തിൽ വന്നതോടുകൂടി എല്ലാ കുട്ടികളുടെയും വിദ്യാഭ്യാസം മൗലികാവകാശമാക്കുന്ന 135 രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറി. RTE നിയമത്തിൻ്റെ തലക്കെട്ടിൽ സൗജന്യവും നിർബന്ധവും എന്ന വാക്കുകൾ ഉൾപ്പെടുന്നു. സൗജന്യ വിദ്യാഭ്യാസം എന്നതിനർത്ഥം ഉചിതമായ സർക്കാർ പിന്തുണയ്ക്കാത്ത സ്കൂളുകളിൽ മാതാപിതാക്കളാൽ പ്രവേശനം ലഭിച്ച ഒരു കുട്ടി ഒഴികെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഫീസ് ചാർജുകളോ ചെലവുകളോ നൽകാൻ ബാധ്യസ്ഥരല്ല എന്നുള്ളതാണ്. പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്നതിൽ നിന്നും പൂർത്തിയാക്കുന്നതിൽ നിന്നും അവനെ അല്ലെങ്കിൽ അവളെ തടയുക സാധ്യമല്ല. ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും പ്രവേശനം, ഹാജര്, പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കൽ ഇവയെല്ലാം ഇതിൻ്റെ നടപടികൾ വരുന്നതാണ്.
RTE ഭരണഘടനയിലെ വ്യവസ്ഥകളനുസരിച്ച് അല്ലെങ്കിൽ RTE നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസൃതമായി ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 അനുസരിച്ചുള്ള ഒരു സർക്കാരുകൾക്ക് രൂപീകരിക്കാൻ ഈ ബാലാവകാശം നടപ്പിലാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിയമപരമായ ബാധ്യത നൽകുന്ന അവകാശാധിഷ്ഠിത ചട്ടക്കൂടിലേക്ക് ഇന്ത്യ നീങ്ങിയിട്ടുണ്ട്. ന്യൂ മീഡിയ ആൻഡ് സോഷ്യൽ മീഡിയ. വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആശയവിനിമയ ചാനലുകൾ ഇൻ്റർനെറ്റ് സൃഷ്ടിച്ചിട്ടുണ്ട്. മാത്രമല്ല സോഷ്യൽ മീഡിയയ്ക്ക് സന്ദേശങ്ങൾ മാത്രമല്ല, സാമൂഹിക, സാംസ്കാരിക, ധാർമ്മികതയുടെ, രാഷ്ട്രീയ, അഴിമതി, മൂല്യങ്ങൾ, ചലനാത്മകത എന്നിവയുടെ ചലനാത്മകതയെ മാറ്റാൻ ശക്തിയുണ്ട്. സമൂഹത്തിലും രാഷ്ട്രീയത്തിലും സംഘർഷം കൂടുതൽ ആളുകളെ അറിയിക്കാനും ശബ്ദങ്ങൾ വർദ്ധിപ്പിക്കാനും വൈവിധ്യമാർന്ന ശബ്ദങ്ങളുടെ ഒരു നിരയെ അനുവദിക്കാനും സോഷ്യൽ മീഡിയ അവസരമൊരുക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആഗോള സംഘർഷം, തീവ്ര രാഷ്ട്രീയം എന്നിവയിൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വഴി ലോകമെമ്പാടുമുള്ള നിയന്ത്രണം സ്വകാര്യവും പൊതുധാരണയ്ക്ക് വിധേയമാണ്. ലോകത്ത് നിലവിലെ സാമൂഹിക ജീവിതത്തിൽ ആളുകളെ ബോധവൽക്കരിക്കുന്നതിനും പൊതുവെ ആശയവിനിമയത്തിലും ഇതിന് ഉയർന്ന സാധ്യതകളുണ്ട്. എന്നിരുന്നാലും സോഷ്യൽ മീഡിയ ജനാധിപത്യത്തിന് ഹാനികരമാണെന്ന് വിമർശിക്കപ്പെട്ടു. സോഷ്യൽ മീഡിയയുടെ ലോകം മത്സരപരമോ സങ്കീർണമോ ആയ വിവരങ്ങളെ ശാന്തമാക്കുന്നതിനേക്കാളും തീവ്രവും വൈകാരികവും വിഭജിക്കുന്നതുമായ ഉള്ളടക്കത്തിന് കൂടുതൽ സഹായകവുമാണ്. മറ്റേതൊരു മാധ്യമത്തെക്കാളും വളരെ വേഗത്തിൽ വ്യാജ പേജുകൾ പ്രചരിപ്പിക്കാനും ആക്രമണത്തിന് ആഹ്വാനം ചെയ്യാനും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഫോർത്ത് എസ്റ്റേറ്റിൻ്റെ പരാജയങ്ങൾ രോക്ഷത്തെ വാർത്തയായി മറയ്ക്കാൻ അനുവദിച്ചു. വ്യാജങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ പൗരന്മാരുടെ നിസ്സംഗതയ്ക്കും ജനാധിപത്യ സ്ഥാപനങ്ങളിൽ കൂടുതൽ അവിശ്വാസത്തിനും കാരണമാകുന്നു. വർഗീയ കലാപങ്ങളും രാഷ്ട്രീയ സംഘർഷങ്ങളും പ്രാദേശിക സംഘർഷങ്ങളും പൊട്ടിപ്പുറപ്പെട്ടത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള വീഡിയോകൾ ഉൾപ്പെടെയുള്ള വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് സമീപകാലത്ത് നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു മാധ്യമത്തെക്കാളും വളരെ വേഗത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാനും അക്രമത്തിന് ആഹ്വാനം ചെയ്യാനും ഇതിന് കഴിയും. ഫോർത്ത് എസ്റ്റേറ്റിൻ്റെ പരാജയങ്ങൾ രോക്ഷത്തെ വാർത്തയാക്കി മറയ്ക്കാൻ അനുവദിച്ചു. വ്യാജത്തെ അഭിമുഖീകരിക്കാൻ പൗരന്മാരുടെ നിസ്സംഗതയ്ക്കും ജനാധിപത്യ സ്ഥാപനങ്ങളിൽ കൂടുതൽ അവിശ്വാസത്തിനും കാരണമാകുന്നു. വർഗീയ കലാപങ്ങളും രാഷ്ട്രീയ സംഘർഷങ്ങളും പ്രാദേശിക സംഘർഷങ്ങളും പൊട്ടിപ്പുറപ്പെട്ടത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയുള്ള വീഡിയോകൾ ഉൾപ്പെടെയുള്ള വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് സമീപകാലത്ത് നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഫലപ്രദമായി നിയന്ത്രിക്കണമെന്ന് രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ വർദ്ധിച്ച തോതിലുള്ള ആവശ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് 4ാമത്തെ മൊഡ്യൂളിൽ പറയാനുള്ളത്. ഇനി മറ്റൊരു പേപ്പറിൻ്റെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.